അവനൊരിക്കലും ചിന്തിച്ച് നാളെ ഒരു കമ്പനിയുടെ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. വേണ്ട സാധനം അടിച്ചു കൊടുത്ത് അവർ പ്രോംപ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുണ്ട് പ്രോംപ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 6 ഡിസൈനർ ചെയ്യേണ്ട ജോലി ഒരു ഡിസൈനർ 1 മണിക്കൂർ. ജോബ് ഓപ്പണിങ്സ് കുറയുന്ന ഒരു സിസ്റ്റം. കുറെ ഫോട്ടോസിന്റെ കുറെ ഭാഗത്ത് വെറുതെ കട്ടായി പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊരിക്കലും ഡിലേ ഉണ്ടാകാൻ പാടില്ല. സഡനായിട്ട് അവർക്ക് കിട്ടണം. അതും അവർ പറയുന്ന കാര്യം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അത് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റണം, അവർക്ക് ആ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റണം. സോ ഇന്ന് നമ്മൾക്ക് ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ നമുക്കിവിടെ ഡോണിസ് ഉണ്ട്. ഡോണിസ് ആണ് മനോരമയിലെ AI പ്രോജക്ട്സും കാര്യങ്ങളും ലീഡ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. ദെൻ പിന്നെ ടെൽസനും ജെയ്സനും അവർക്ക് പ്രോംപ്റ്റർ ലൈക്ക് AI പ്രോംപ്റ്റ്സ് സെല് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് തന്നെയുണ്ട്, പ്രോംപ്റ്റർ. സോ എല്ലാവർക്കും ഇന്നൊരു AI നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കും ഇത്. സോ ഹായ് ഡോണിസ്. സോ ഡോണിസ്, ഞാനൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ചോദിക്കാം. ഈ AI വന്നത് കൊണ്ട് നമ്മുടെ ജോബിനൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ, അതോ നമ്മൾ AI അഡാപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും നമ്മളുടെ ജോബിനൊരു ഇൻസെക്യൂരിറ്റി വരുന്നത്, അല്ലെങ്കിൽ ജോബിനൊരു ഇൻസ്റ്റെബിലിറ്റി വരുന്നത്? ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അപ്പം എല്ലാവർക്കും പേടിയാണ് AI എന്ന് പറയുമ്പോൾ നാളെ എൻ്റെ ജോലി പോകുക എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു ജോലി പോകുക എന്നുള്ളതല്ല അതിൻ്റെ അതൊരു കോൺസെപ്റ്റ്. ശരിക്കും AI എന്ന് പറയുന്നതാണ് കോൺസെപ്റ്റ് വരുന്നത് 1950 അന്ന് ഈ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ അങ്ങനെ സിസ്റ്റംസ് എല്ലാം ഉണ്ടായി വരുന്നുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അന്ന് പോലെ AI ഉണ്ട്. അന്ന് അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞൊരു ആളാണ് ഈ AI എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അന്ന് ഓട്ടോമേഷൻ ആയിരുന്നു. ഇപ്പം AIയുടെ ബേസിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കാർ ഫാക്ടറി എടുക്കുകയാണെങ്കിൽ അവിടെയുണ്ട് വർഷങ്ങളായിട്ട് പല കമ്പനികളും യൂസ് ചെയ്യുന്നുണ്ട് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നൊരു കോൺസെപ്റ്റ്. പക്ഷെ അതാരും ജോലി കളഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കണം. പല പണിയും AIക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന, ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞാലും അത് നമ്മളെ കൊണ്ട് ഹ്യൂമനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പിന്നെ ഇൻഫോസിസിന് പറഞ്ഞ പോലെ ആണെങ്കിലും ഇപ്പം AI എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഓപ്പൺ AI വന്നു, ജെമിനി API വന്നു, ബാഡ് വരുന്നു, അങ്ങനെ പല പല കോൺസെപ്റ്റുകൾ വരും. ഇതൊന്നും ഒരിക്കലും ഒരാളുടെ ജോലി കളയില്ല. പക്ഷെ ആ ജോലി ഇപ്പം നിങ്ങൾ ഡിസൈൻ ഫീൽഡിലൊക്കെ നിൽക്കുന്നു, നിങ്ങൾക്കാണെങ്കിലും ഒരു ഫോട്ടോഷോപ്പിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് അവൻ കുറച്ച് തരും, 10 മിനിറ്റായി കുറച്ച് തരും. ആ 10 മിനിറ്റായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ടൈം എത്ര 50 മിനിറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ 50 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അടുത്ത എത്ര വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളുടെ വർക്കിനെ ആ വർക്ക് ലോഡ് കുറയ്ക്കാന്നുള്ളതാണ് AI എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വേറൊരു പ്രോബ്ലം ഉണ്ട്. AI എന്ന് പറയുമ്പോൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് 3 ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ANA. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് ANA എന്ന് പറയുന്ന സ്റ്റേജാണ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ ഇന്റലിജൻസ്. അതായത് നോർമലി ഉള്ള നമ്മുടെ ഇപ്പോൾ ChatGPT ആണെങ്കിലും അല്ലെങ്കിൽ ജെമിനി ആണെങ്കിലും ജമ്മ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ഗൂഗിൾ ഓടിയിട്ടുണ്ട്. അതുപോലെ ഡെബിൻ ആണെങ്കിലും ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രം. ഇപ്പം സോറ നമ്മുടെ ഓപ്പൺ AI ചെയ്തില്ല എന്നാൽ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ മാത്രമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന AI ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ഇന്നിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻ്റ് ആണ് അടുത്ത് AGI എന്ന് പറയുന്നത്. അത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അതായത് നോർമൽ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു കോൺസെപ്റ്റ്. നമ്മുടെ സോഫിയ റോബോട്ടൊക്കെ പോലെ അതിൻ്റെയൊക്കെ അടുത്ത അഡ്വാൻസ് ലെവലിലേക്ക് പോകും. ഇനി അതിൻ്റെ അഡ്വാൻസ് ലെവൽ, ഏറ്റവും അഡ്വാൻസ് ലെവലാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതാണ് മനുഷ്യനൊരു ത്രെറ്റായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു സെൽഫ് അവെയർ ആവാൻ ചാൻസ് ആണോ അതോ? അതെ, സെൽഫ് അവെയർ ആവാൻ ചാൻസ്. ChatGPT ഒക്കെ AGIയുടെ ഇപ്പോഴും അതെ. അതായത് അവൻ നമ്മൾ കൊടുക്കണം, ഒരു പ്രോംപ്റ്റ് കൊടുക്കണം, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർ ഇന്റലിജൻസ് വരുമ്പോൾ പ്രോംപ്റ്റ് കൊടുക്കണം, അങ്ങനെയല്ല. അതായത് സൂപ്പർ ഇന്റലിജൻസ് ആണ്, ജനറൽ ഇന്റലിജൻസ് ആണ്, ഇത് രണ്ടും റോബോട്ടിക്സ് മേഖലയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറയാം. കാരണം നമുക്കിപ്പം ഇപ്പോൾ ഒരു ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന ജെമിനി ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് AI എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം അവർ LLM മോഡലാണ്. പിന്നെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ അതിൻ്റെ അത് പറഞ്ഞിട്ട് അതൊക്കെ ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രമേ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു ഫോട്ടോ റീജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എന്താ പറയുക
നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്ന അതിനനുസരിച്ച് ഒരു ഫോട്ടോ ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. അത് അവർ ആ ഒരു ടാസ്ക് മാത്രമേ അവരോട് ചെയ്യാൻ പറ്റുള്ളൂ. അവരൊരിക്കലും ചിന്തിച്ച് നാളെ ഒരു കമ്പനിയുടെ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവാവില്ല. പക്ഷെ ആ ഒരു കഴിവുണ്ടാവും. അത് ആ കഴിവാകുമ്പോഴാണോ AGI ആവുന്നത് അതോ മറ്റേ അല്ല, AGI എന്ന് പറയുന്ന കൺസെപ്റ്റ് ചിലപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകും. ഇപ്പൊ നമ്മുടെ സോഫിയൊക്കെ റോബോട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും അവന് ഉത്തരവുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഹ്യൂമൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഈ സ്റ്റോൺ പേപ്പർ സീസർ കളിക്കുന്ന വീഡിയോ ഉണ്ട് നമ്മുടെ സോഫിയ. അപ്പൊ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുമോ? ഒബ്ജക്റ്റീവ് ഇപ്പൊ ഫീഡ് ചെയ്ത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് അതാണ് പറയുന്നത് ഡീപ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് ഇതൊരു AIക്കകത്ത് 2 കൺസെപ്റ്റാണ് മെയിൻ ആയിട്ടുള്ളത്, മെഷീൻ ലേണിംഗും ഡീപ് ലേണിംഗും. ഈ ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, അത് ഫസ്റ്റിലെ പറയുകയാണെങ്കിൽ ML കുറിച്ചാണ്, മെഷീൻ ലേണിംഗിനെ കുറിച്ച് തന്നെ പറയാം. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യുന്ന തെറ്റിൽ അവർ പഠിക്കാൻ കഴിയില്ല, പറ്റത്തില്ല. പക്ഷേ ഡീപ് ലേണിംഗ് എങ്ങനെയല്ല, അവൻ ചെയ്ത തെറ്റിനെ അവൻ പിന്നെ അത് മനസ്സിലാക്കി അത് ശരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് നാച്ചുറൽ ലേണിംഗ് പ്രോസസ് ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടോ? അതെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം നമ്മുടെ കയ്യിലേക്ക് ഒരു സിഗ്നൽ പാസ് ആയാലും ന്യൂറൽ നെറ്റ്വർക്ക് വഴി പാസ് ആയത്. അതേ കോൺസെപ്റ്റിൽ തന്നെ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ചോദ്യം വന്നു, അതിനുള്ള ഉത്തരം അവൻ്റെ കയ്യിൽ, അവൻ പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഉത്തരം കാണും, അവൻ അത് വെച്ച് വാലിഡേറ്റ് ചെയ്യും. എന്നിട്ട് തെറ്റാണ് വരുന്നത് ഞാൻ പിന്നെ തിരിച്ച് ഫീഡ്ബാക്ക് പുറകോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യും. അത് പുറകോട്ട് നേരെ സ്റ്റാർട്ടിങ് നോഡിലേക്ക് തന്നെ വരും. അവിടുന്ന് അടുത്ത നോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ആ നോഡ് വെച്ച് വർക്ക് ചെയ്ത് നോക്കും. അങ്ങനെ അവസാനം അവൻ ആ പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്ത സാമ്യമാണോ എന്നുള്ളത് നോക്കും. പക്ഷേ ഈ പ്രഡിക്ഷൻ തെറ്റിപ്പോകും ഡീപ് ലേണിംഗ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവൻ കുറച്ച് അടുത്ത ഇപ്പം നമ്മുടെ OpenAI വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പം ഫസ്റ്റ് ഒരു ചാറ്റ് ചെയ്തു, രണ്ടാമത് അത് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ചാറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ ചാറ്റിനും ഇവൻ ആ പ്രീവിയസ്ലി എന്ത് റെസ്പോൺസ് ആണെന്ന് അവൻ അതിൻ്റെ അഡ്വാൻസ് ലെവലായിരുന്നു, അല്ലെ രണ്ടും തമ്മിൽ ബന്ധം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആ കൺസെപ്റ്റാണ് ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡീപ് ലേണിംഗ് കൺസെപ്റ്റ്. അപ്പോൾ ChatGPT എന്ന് മാത്രമല്ല, സോറ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം ഡീപ് ലേണിംഗ് ഭാഗം. ഡീപ് ലേണിംഗ് വരുന്നത് 2010 കാലഘട്ടങ്ങളിൽ. അന്നാണ് ശരിക്കും AIയുടെ ഒരു നല്ലൊരു ലെവലിലേക്ക് വളരാൻ പറയുന്നത്. പിന്നെ NLP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ വളരുന്നത് 2017 ആ ഒരു ടൈമിലാണ്. ഗൂഗിൾ ബ്രെയിനും പിന്നെ ഗൂഗിൾ റിസർച്ച് ടീമും കൂടെ 6 പേര് കൂടി ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ് ഈ അറ്റൻഷൻ ഓറിയന്റഡ് എന്നൊരു റിസർച്ച് പേപ്പർ. അങ്ങനെ അവരുടെ റിസർച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇപ്പം ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടുണ്ട്, എൻകോഡിങ് ഡീകോഡിങ്. ഈ കോൺസെപ്റ്റ്, ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന കോൺസെപ്റ്റിന്റെ ബാക്കി ഭാഗമാണ് ഈ പറയുന്ന ChatGPT ആണെങ്കിലും ഇനി ബാക്കിയുള്ള മോഡൽസ് ലാമ, ജമ്മ ഇങ്ങനെയുള്ള എല്ലാ മോഡൽസും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഡീകോഡർ എന്ന് പറഞ്ഞ ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ഡീകോഡർ എന്ന് പറയുന്ന സെക്ഷനിൽ പോകുന്നു. ഈ എൻകോഡർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് പഴയ അൽഗോരിതംസ് എല്ലാം പറയുന്നത്, വേൾഡ് LSTM എന്ന് കൊണ്ടുവരാൻ അൽഗോരിതം. ഇതിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെ, നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതേസമയം ChatGPT എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുമ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് മാത്രമല്ല, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൺസെപ്റ്റ് വരാൻ കാരണം തന്നെ ഈ ഹാലുസിനേഷൻ എന്നൊരു പ്രോബ്ലം നമ്മുടെ AI കോൺസെപ്റ്റുകൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അവന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം നമുക്കാണെങ്കിലും പറയുന്നത്, ഇപ്പം നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുന്നത് ഞാൻ പിന്നെ എന്താ പറയുന്നത് എനിക്കെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാലത്ത് ഇതേ പ്രശ്നം ഈ പറയുന്ന AIക്ക് ഉണ്ടാകും. അപ്പം അതിനെ അവർ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോണ്ടസ്റ്റ് അനാലിസിസ്. എന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് തരും. അതാണ് ആ ട്രാൻസ്ഫോമേഴ്സ് എന്ന കോൺസെപ്റ്റ്. അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഡീകോഡർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയും. അതാണ് നമ്മുടെ GPT. അവൻ അങ്ങനെ തന്നെയാണ് അവൻ്റെ പേര്. ഇപ്പോൾ ഫെബിൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ അകത്തൊരു ഉത്തരം പറഞ്ഞായിരുന്നല്ലോ, അതായത് മറ്റേ ഇപ്പം മിഡ് നമ്മൾ ഡിസൈനേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ ജോലി 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ മിഡ് ജേർണി ഉപയോഗിക്കുന്നുണ്ട് മറ്റേ ഡിസൈനേഴ്സ്. അപ്പം മറ്റേ ഈ ഷട്ടർ സ്റ്റോക്കിലിരുന്ന് തപ്പേണ്ട സമയം ഒത്തിരിയായിട്ട് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. വേണ്ട സാധനം അടിച്ചു കൊടുത്ത് അവർ പ്രോംപ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുണ്ട്, ഇവർ പ്രോംപ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സംഭവം പറഞ്ഞായിരുന്നല്ലോ, ജോലി പോകത്തില്ലെന്ന്. പക്ഷേ ഞാനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഡിസൈനർ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ 1 മണിക്കൂറിൽ എനിക്ക് 10 ഔട്ട് കിട്ടുക, 6 ഔട്ട് കിട്ടുവാന്നിരിക്കട്ടെ. 6 ഔട്ട് കിട്ടുകയാണെങ്കിൽ ഒരു 6 ഡിസൈനർ ചെയ്യേണ്ട ജോലി ഒരു ഡിസൈനർ 1 മണിക്കൂർ. ജോബ് ഓപ്പണിങ്സ് കുറയുന്ന ഒരു സിസ്റ്റം. ഓപ്പണിങ്സ് ഒരു സെഷനിൽ കുറയുമ്പോൾ അടുത്ത സെഷനിൽ കുടിക്കാൻ പറ്റും.
ഞാനൊരു എക്സാമ്പിൾ ഇപ്പൊ സ്കിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും പറയും ഇമ്പോൺ ആയിട്ടുള്ള സ്കില്ലാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പരിധി വരെ ഇമ്പോൺ ആണ്. ഡിസൈനിങ് ഞാൻ ജസ്റ്റ് ഒരു ചോദ്യമായിട്ട് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഡിസൈനിങ് ഫീൽഡിൽ നിങ്ങൾ ചെയ്തുള്ള എക്സ്പീരിയൻസിലാണ് സത്യം പറഞ്ഞാൽ. കമ്പ്യൂട്ടർ നിങ്ങൾ യൂസ് ചെയ്ത് ഫോട്ടോഷോപ്പ് വരയ്ക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആവുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ സ്കില്ലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ ബേസിക് ഒരു താല്പര്യം മാത്രം മതി അല്ലേ? ബേസിക് താല്പര്യം മാത്രം മതി. എനിക്ക് ചെറിയൊരു ഡിസഗ്രിമെന്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് സംഭവം എന്താ വെച്ചാൽ ഇപ്പം ഡിസൈനിങ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഇപ്പം ഡിസൈനിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അതൊരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഒരു ടൂൾ, അതൊരു ടൂളാണ്. അത് നമ്മുടെ ഒരു സ്കില്ലിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം ഈ ഇനേറ്റ് ആയിട്ട് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു സാധനം മറ്റേ അത് തന്നെ ബ്രെയിനിലോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ചിലവർക്ക് ലൈക്ക് ദേ ആർ ബോൺ വിത്ത് ഇറ്റ്, then tools enhance it എന്ന് പറയുന്നത്. ഞാനത് മനസ്സിലാക്കിയത് നമ്മുടെ നോളജാണ് നമുക്ക് ആ ഒരു തിങ്കിങ് കൊണ്ടുവരുന്നത്. നമ്മുടെ അറിവുകളാണ് നമുക്ക് കൂടുതൽ അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായി? കാരണം നമ്മുടെ ഒന്നും നിങ്ങളുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എടുത്ത് നോക്കിയാൽ അവരുടെ കഴിവ് എനിക്ക് വരും. മനസ്സിലായി? പക്ഷെ അവര് ആയിരുന്ന സാഹചര്യവും ഞാനായിരുന്ന സാഹചര്യം രണ്ടാണ്. മനസ്സിലായി? ഞാനായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാനും വളരാനും നമ്മൾ തുടങ്ങും. അപ്പൊ നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടും. പക്ഷെ അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം ജന്മന വരുന്ന ഒരു സംഭവമല്ലേ? ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് വേണ്ട രീതി ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് ഒരു 90% കാര്യങ്ങൾ ചെയ്യാനുള്ള ഇന്റലിജൻസ് 90% ആൾക്കാർക്കും ഉണ്ട്. അത് 90% അതൊരു പുഷ്പം ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു ന്യൂറൽ പാത്വേസ് ക്ലിയർ ആകുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു കാര്യം ഇപ്പം ഞാൻ എപ്പോഴും ഒരു ഡിസൈനർ ആണെങ്കിൽ അതിനുവേണ്ടിയുള്ള ന്യൂറൽ പാത്വേസ് എൻ്റെ ബ്രെയിനിൽ ഫയർ ചെയ്ത് ആ പാത്വേ ക്ലിയർ ആകുമ്പോൾ ആയിരിക്കും. അങ്ങനെ സൈക്കിൾ ഔട്ട് ഒരു കൊച്ചിന്റെ ബ്രെയിൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ ഔട്ടാൻ പഠിക്കുന്ന ഒരാളുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാ. ഇപ്പം ഈ പറഞ്ഞ ഒരു സാധ്യത കുറയുമ്പോൾ അടുത്ത സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ക്വാണ്ടിറ്റി ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നമുക്ക് 15 ഡിസൈനേഴ്സ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ സ്റ്റേബിൾ ഡിഫ്യൂഷനോ മിഡ് ജേർണിയോ ഇമേജ് ക്രിയേഷനോ ഒന്നും ഇല്ലെങ്കിൽ മേ ബി അടുത്ത വർഷം നമുക്കൊരു 25 ഗിവന്റെ നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ 25 ഡിസൈനേഴ്സിന്റെ ആവശ്യം വരുമായിരുന്നായിരിക്കും. പക്ഷെ ഈ ടൂൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ഒരു 18 3 പേരെ ഹയർ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ചിലപ്പം ആ സാലറി കൂടുമായിരിക്കും. ബിക്കോസ് നമുക്ക് 10 പേരെ ഹയർ ചെയ്യുന്നവരെ 3 പേരെ ഹയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് സാലറി നമുക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ 3 പേര് ബാക്കി 8 പേർക്ക് ജോലിയില്ല. ബാക്കി 8 പേർക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു AI ഡെവലപ്പർ ആകാനുള്ള ഒരു AI ഡെവലപ്പർ അങ്ങനെ വല്ല പക്ഷെ വേറെ എന്ത് സ്കോപ്പ് ഈ പറയുന്ന സിസ്റ്റം എല്ലാം ട്രെയിൻ ചെയ്യണം. അതിന് ഡാറ്റാ സെറ്റ് ആവില്ല. ഇപ്പൊ ഈ പറഞ്ഞ മിഡ്ജേണി ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ഇത് ട്രെയിൻ ചെയ്യാൻ ഡാറ്റാ സെറ്റ് ഭയങ്കര അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഈ മനോരമയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ടൂളുണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിൻ്റെ എനിക്ക് ആവശ്യമില്ല. BG റിമൂവ് പോലുള്ള ടൂൾ എനിക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഞാൻ കമ്പനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെ ഇന്റർനെറ്റ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഡാറ്റാ സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലയിടത്ത് പല വെബ് സെർച്ച് ചെയ്ത് ഹഗ്ഗിങ് ഫേസിൽ നിന്നാണെങ്കിലും ക്യാഗിൽ നിന്നാണെങ്കിലും പേപ്പർ വിത്ത് കോഡാണെങ്കിലും പല സൈറ്റുകളിൽ കയറി ഈ ഡാറ്റാ സെറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് അതിനെ തന്നെ മെർജ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതെല്ലാം സോർട്ട് ചെയ്ത് മനസ്സിലാക്കി അതിനെ മാറ്റിയെടുത്തെല്ലാം വേണം ചെയ്യാനായിട്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ അകത്ത് ഡാറ്റാ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമേജിൻ്റെ മാറ്റിങ്ങിങ് ആണ്, കറസ്പോണ്ടിങ് ഇമേജിങ് ആണ്. മാറ്റിങ് എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പം എനിക്കിപ്പം ജെയ്സന്റെ ഒരു ഫോട്ടോ ആണ് എടുക്കേണ്ടത്. പക്ഷേ അപ്പോൾ ജെയ്സൺ ഇരിക്കുന്ന അത്രയും ഭാഗം നമ്മൾ വൈറ്റ് ആക്കിയിട്ട് ബാലൻസ് ഭാഗം ബ്ലാക്ക് ആക്കും. മനസ്സിലായി? അപ്പോൾ എന്ന് പറഞ്ഞാൽ മിഡ്ജേണി ആണെങ്കിൽ അവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവന് ഡാറ്റാ സെറ്റ് വേണം. ഈ ഡാറ്റാ സെറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിലേക്ക് തിരിക്കാം സിമ്പിളായിട്ട്. അപ്പം അങ്ങനെ അതാ ഞാൻ പറഞ്ഞു, ഒരു ഫീൽഡ് വരുമ്പോൾ അത് വളരാൻ ഈ പറഞ്ഞ പോലെ ഡിസൈനേഴ്സിന്റെ ആവശ്യമാണ്. അതായത് ഇപ്പം ഓപ്പൺ എയുടെ CEO സാം ആൾട്ട്മാൻ പറഞ്ഞായിരുന്നു
മറ്റേ ഇനി ഒരു ഓപ്പൺ AI പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ നിന്നും ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു $7 trillion വേണം അത്രയും ഡാറ്റ സെറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനി സീറോ സ്ക്രാച്ച് ചെയ്ത്. 7 trillion ആണോ 7 billion ആണോ 7 billion ആണോ അത്രയും വേണമെന്ന് പറഞ്ഞു. അപ്പം ആ പറഞ്ഞ പോയിന്റ് ഇപ്പം എനിക്ക് എങ്ങനെ ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കുന്ന സാർ ഈ ഓപ്പൺ AI എങ്ങനെയാണ് എവിടെയാണ് ഈ ഡാറ്റ സോഴ്സ് ചെയ്യുന്നത് പബ്ലിക് അവൈലബിൾ. ഞാൻ CTO അവരുടെ CTOയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അവർ പബ്ലിക്ലി അവൈലബിൾ ഡാറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പബ്ലിക്ലി അവൈലബിൾ ആയിട്ട് ഡാറ്റ ഇപ്പൊ ഞാൻ ലിങ്ക്ഡിൻ പോസ്റ്റ് പബ്ലിക്ലി അവൈലബിൾ ആണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ കഷ്ടപ്പാട് അവർ കാശുണ്ടാക്കുന്നു. അപ്പൊ അവിടെ ഒരു ലീഗൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പ്രൊഫൈൽ ഉണ്ടാക്കും ഇൻസ്റ്റാഗ്രാമിൽ, അതെല്ലാം പബ്ലിക്കലി അവൈലബിൾ. ഇൻസ്റ്റാഗ്രാം സോ അപ്പൊ അവിടെ ഒരു എന്താ പറയാ ബാക്കി എല്ലാം ഇപ്പൊ അത്ര ഇന്റർനെറ്റിൽ 1 billion ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരും സഹായം കൊണ്ടാണ് ഈ പബ്ലിക് ഡാറ്റ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം എടുത്തിട്ട് ആക്രി കച്ചവടം പോലെ ഓപ്പൺ AI വെക്കുന്നത്. പബ്ലിക് ഡാറ്റ എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ AI ഒരു AI LLM ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അല്ലെങ്കിൽ മിഡ് ജേർണി ആണെങ്കിലും സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊന്ന് ലാംഗ്വേജ് മോഡൽ അല്ല LLM മോഡലും അതിൻ്റെ അകത്ത് കാരണം ഓക്കെ LLM വരുന്നുണ്ട്. അപ്പം അവർക്കൊരു ഡാറ്റ സെറ്റ് വേണം അല്ലേ? ഈ ഒരാൾക്ക് അത് ഒരു മോഡലിൽ നല്ലതായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഡാറ്റ സെറ്റിൽ നിന്ന് വർക്ക് ചെയ്യണം. അപ്പൊ ആ AI മോഡലിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഡാറ്റ സെറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഡാറ്റ സെറ്റിനെ കുറിച്ചാണ് കോഴ്സ് പഠിക്കാൻ വിചാരിച്ചു. അവർക്ക് എന്തെങ്കിലും മനസ്സിലാനായിട്ട് എല്ലാവർക്കും ഡാറ്റ സെറ്റ് പറയുമ്പോ എന്തെങ്കിലും ഒന്ന് അത് പറയാം, നമുക്ക് തുടങ്ങാം. ഈ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കോളേജിൽ പോയി പഠിക്കുന്നു. ഇപ്പം നിങ്ങൾ ബിടെക് കഴിഞ്ഞവരുണ്ട്, ഞാൻ MCA കാരനാണ്. ഈ പഠിക്കാനായിട്ട് ഒരു സിലബസ് ഉണ്ട്, ഓരോ കോഴ്സുകൾ അതിനകത്തുണ്ട്, അതിന് നോട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും എന്ത് ടൂളാണെങ്കിലും ഈ AI ടൂളാണെങ്കിലും അങ്ങനെ പഠിക്കാനൊക്കെ ഒരു റിസോഴ്സ് വേണം. അതാണ് ഡാറ്റാ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഒരു അതിനാണ് ഈ ഡാറ്റ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫീൽഡുകൾ വരുന്നത്. ആ ഡാറ്റാ സെറ്റ് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കും, ഇപ്പം ഒരു AI ടൂൾ ഉണ്ടാക്കും, ഇമേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടൂളാണ് വിചാരിച്ചത്. ഈ ഇമേജ് എൻഹാൻസ് ചെയ്യാനുള്ള ടൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡാറ്റ വേണ്ടി വരും. ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ഇമേജ് ഹൈ ക്വാളിറ്റി ഇമേജ് വേണം, അതുപോലെ അതിൻ്റെ തന്നെ ലോ ക്വാളിറ്റി ഇമേജ് വേണം. എന്നാൽ മാത്രമേ ഇവൻ എങ്ങനെ ഈ ഹൈ ക്വാളിറ്റി ഇമേജിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പഠനം അതായത് ഇതൊരു ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആ ന്യൂറൽ നെറ്റ്വർക്കിൽ ഓരോ നെറ്റ്വർക്കിനും കൂടെ കയറി ചെല്ലുന്നു പറഞ്ഞാൽ ഈ പറയുന്ന 2 ഡാറ്റയും ചെയ്യും. അതായത് ഈ ഇമേജിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഇമേജ് റെഗുലൈസേഷനും കാര്യങ്ങളെല്ലാം വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക CNN എന്നൊരു കോൺസെപ്റ്റാണ്, കോൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. ഇപ്പോൾ വന്നിട്ട് GAN എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് പുതിയതായിട്ട് വന്നു, കുറച്ച് കാലമായി പോപ്പുലറായിട്ട്. അതാണ് സ്റ്റേബിൾ ഡിഫ്യൂഷനും എല്ലാം ജനറേറ്റീവ് അഡ്വൈസറൽ ന്യൂറൽ നെറ്റ്വർക്ക്. അതിന് 2 പാർട്ടുണ്ട്, ഒരു ജനറേറ്ററും ഒരു ഡിസ്ക്രിമിനേറ്ററും. അതായത് മാത്സിൽ ഒരു ടോപ്പിക് ഉണ്ട്, സീറോ സം ഗെയിം തിയറി. 2 പേര് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുക, ഒരാൾ ജയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ 2 പേരും തോക്കാതിരിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളെ തോപ്പിക്കാൻ ഞാൻ ശ്രമിക്കും, നിങ്ങൾ എന്നെ തോപ്പിക്കാൻ ശ്രമിക്കും. അല്ല, 2 പേർക്കും ജയിക്കാൻ പറ്റുമോ? 2 പേർക്കും ജയിക്കാൻ പറ്റത്തില്ല. സീറോ സം എന്ന് വെച്ചാൽ ഒരാൾ തോക്കണം. അതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, നിങ്ങളെ എങ്ങനെ തോപ്പിക്കാന്നുള്ളത് നോക്കും, നിങ്ങൾ എന്നെ തിരിച്ചെങ്ങനെ തോപ്പിക്കാന്നുള്ളത്. അതേ കൺസെപ്റ്റാണ് ഇവിടെ. ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും എന്ന് പറഞ്ഞ 2 സാധനം. ഈ ജനറേറ്റർ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജിനെ വെച്ചിട്ട് ഇവൻ അതിനെ എൻലാർജ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇവനും എൻലാർജ് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ എന്നിട്ട് ചെക്ക് ചെയ്യും ഏകദേശം ഈക്വൽ ആയിട്ടാണോ വരുന്നത്. ഈക്വൽ ആയിട്ടല്ല വരുന്നെങ്കിൽ അത് പിന്നെ റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പോയി അവസാനം അവനൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തും. ആ കൺക്ലൂഷൻ ആയിരിക്കും നമുക്ക് ഇമേജ് ബ്ലറായിട്ടിരിക്കുന്ന ഇമേജ് നമ്മളെ എൻലാർജ് ചെയ്തെടുക്കുന്ന കോൺസെപ്റ്റ്. അതായത് അതിൻ്റെ അകത്ത് പറഞ്ഞാൽ സൂപ്പർ റെസൊല്യൂഷൻ ഒരു കോൺസെപ്റ്റ്. അതായത് ഇത് ജനറേറ്റർ ആണെന്നിരിക്കട്ടെ, ഇത് ഡിസ്ക്രിമിനേറ്റർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഇമേജ് മറ്റേ ലോ ഇൻ ഹൈ റെസൊല്യൂഷൻ? അതായത് ഒരു ഇമേജ് എന്ന് പറയുമ്പം ഇമേജിനെ നമ്മൾ 2 ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് പിക്സലേറ്റഡ് ഇമേജും കാണും, അതുപോലെ തന്നെ വെക്ടർ ആയിട്ടുള്ളത്. വെക്ടർ എന്ന് പറയുമ്പോൾ വരകളായിരിക്കും. ഇത് പിക്സലായിരുന്നു ഇമേജിനെ എപ്പോഴും എടുക്കുന്നത്. അപ്പം പിക്സൽ എന്ന് ഒരു ചെറിയൊരു പോയിന്റാണ്.
ഈ പോയിന്റും അടുത്ത പോയിന്റും തമ്മിലുള്ള ഒരു കണക്ഷന് സബ് പിക്സൽ എന്ന് പറയും. ഇവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സബ് പിക്സലിന്റെ ക്വാളിറ്റി കൂട്ടുക. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മളൊരു ഇമേജ് എടുത്ത് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ ബോക്സ് ആയിട്ട് കാണാൻ പറ്റും, കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ബോക്സിന്റെ കളർ കൂട്ടിക്കൊണ്ടാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് റീജനറേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റാ സെറ്റ് വെച്ചിട്ട് ഇതിന് ഏകദേശം ഈ 2 ഇമേജുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആ ഓരോ പിക്സൽ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ LLM-നകത്തെ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നത് ചാറ്റ് ബോട്ട്, അത് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, സെമാറ്റിക്സ് ഇത് കൊസൈൻ സിമിലാരിറ്റി എന്നാണ് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഇവന് സിമിലർ ആയിട്ടുള്ള ഡാറ്റ ഇവന് നമ്മുടെ ഈ ഡാറ്റാ സെറ്റിൽ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഡാറ്റാ സെറ്റിൽ നിന്ന് എന്നിട്ട് അവരുടെ കണ്ടും മൂക്കും ഒക്കെ കൊണ്ട് ഇവൻ ഇവിടെ തിരികെ അങ്ങനെ ആ ഇമേജിനെ വൃത്തിയാക്കി നമുക്ക് രണ്ടുപേരും ചെയ്യുന്നു. അവരുടെ രണ്ടുപേരുടെ ഔട്ട്പുട്ട് മാച്ചിങ് ആണെങ്കിലാണ് നമുക്ക് ഔട്ട്പുട്ട് അതെ രണ്ടുപേരും ചെയ്യും. രണ്ടും കൺവോളഷൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ്. 2 നെറ്റ്വർക്ക് ഉണ്ട്. 2 നെറ്റ്വർക്ക് കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹ്യൂമന്റെ കേസിൽ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു കൊച്ചു ഒരു ടക്കിന്റെ പടം വരയ്ക്കാൻ പറയുമ്പോൾ അവന്റെ പ്രീവിയസ് അവന്റെ മനസ്സിലുള്ള ടക്കിന്റെ പ്രീവിയസ് അത് ഡാറ്റാ സെറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സാധനം വരച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതെ, ആ ഒരു അവന്റെ നിങ്ങളോട് ആ കപ്പ് വരയ്ക്കാൻ പറഞ്ഞ എന്റെ തലയിൽ കുറെ കപ്പിന്റെ ഇമേജസ് ഉണ്ട്. അതിന് എനിക്ക് ഞാൻ പറഞ്ഞായിരിക്കത്തില്ല, ചിലപ്പോ എല്ലാത്തിന്റെ ആവറേജ് ആയിരിക്കണം. അതെ, അതെങ്ങനെ വേണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കപ്പാവാം, എങ്ങനെ വേണല്ലോ. ചിലപ്പോൾ പുതിയ ഞാൻ ഇതുകൊണ്ട് കാണാത്ത കപ്പ് ചിലപ്പോ എന്റെ മനസ്സിൽ നിങ്ങള് അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മള് നോളജ് എന്ന് പറയുന്നത് പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളാണേലും ഈ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു എന്താ പറയുക ഒരു ആഡ് ഉണ്ടാക്കുവാണെങ്കിലും പല ആൾക്കാരുടെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. നമ്മുടെ എക്സ്പീരിയൻസും പല ആൾക്കാരുടെ ഇൻസ്പിറേഷനും ഇതെല്ലാം മിക്സിങ്. അതൊരു കോൺസെപ്റ്റ്. എല്ലാ ആർട്ടും ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയുന്നത്. ഈവൻ ഡാവിഞ്ചിയുടെ ആണെങ്കിലും ഏറ്റവും വലിയ യുണീക്ക് ആർട്ട് ഉണ്ടാക്കിയ ആളുടെ ഒരു യുണീക്ക് ആർട്ട് എന്ന് പറയാനായിട്ടുള്ള സംഭവം ഇല്ല. എങ്ങനെയായാലും ഇൻസ്പിറേഷൻ ഒരു മനുഷ്യനാണെങ്കിൽ ഇൻസ്പിറേഷൻ വരാം. അത് പ്രീവിയസ് ഡാറ്റ സെറ്റ്. കാരണം എന്റെ ഒരു സംഭവമാണ്, നമ്മുടെ മനുഷ്യർക്ക് കാൺട്ട് ക്രിയേറ്റ് സംതിങ് ന്യൂ. നമ്മുടെ ബ്രെയിനിൽ പുതിയ ഫേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഉള്ള ഒരു സാധനം എൻഹാൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ നമ്മുടെ ബ്രെയിൻ. അതുകൊണ്ട് വി വിൽ നെവർ സീ എ ന്യൂ ഫേസ് ഇൻ എ ഡ്രീം. സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു ഓസ്ട്രേലിയയുടെ ബുക്കിനകത്ത് പറഞ്ഞു there is nothing called a unique piece of art. നമ്മൾ ഈ കറണ്ട് കണ്ടുപിടിച്ച പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഞാനിപ്പോ പണ്ട് ടെസ്ലയല്ല, അതിനൊക്കെ മുമ്പ് ഈ നമ്മുടെ കോപ്പർ മാഗ്നറ്റ് കൂടെ അതിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കൺസെപ്റ്റ് ഫാരഡേ. ഇനി അതല്ലെങ്കിൽ നമ്മുടെ എഡിസൺ ആണെങ്കിലും ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് തപ്പി ചെയ്ത് നോക്കി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരെണ്ണം നോക്കി അത് സംഭവം വർക്കായി. പുള്ളിക്ക് മനസ്സിലായി ഇതിന്റെ കുറച്ചുകൂടെ നല്ലത് നോക്കിയിട്ടും ഇങ്ങനെ തപ്പിപ്പോവാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു യാത്രയാണ്, റിസർച്ച് എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ഇതിൻ്റെ ഏതൊരു പോയിന്റിൽ നമ്മൾ അവസാനം നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തും. അത് ഉദ്ദേശിച്ച കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ആരും ചെയ്യും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു, എത്ര സാധനങ്ങൾ ചെയ്തു. ഇപ്പം റോഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം, ഞാൻ പുള്ളിയുടെ ഫൗണ്ടറായിട്ട് സംസാരിച്ചത്. റോഷയെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിലാണ് നമ്മുടെ ഓഫീസ്. അവർ ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ആണെങ്കിലും അതിന്റെ അകത്തൊരു അവരുടെ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡ്രൈവർലെസ് കാർ ആക്കി മാറ്റാൻ പറ്റും. കൊച്ചിയിലുള്ള സംഭവം അത് ലൈവായിട്ട് അവർ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇന്നോവയിലും ഇതെല്ലാം വെച്ചിട്ട് ഇന്നോവയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്ക് ഹൈവേയിലാണ് അവർ. ഞാനിപ്പം എൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വേറെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഒരു റിസർച്ച് നടത്തുന്നുണ്ട് കണക്റ്റഡ് വെഹിക്കിൾസിൽ. അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഉണ്ടാക്കാതെ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടാക്കിയാൽ ഞാൻ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഡെസ്റ്റിറ്റ്യൂട്ട് ഫാമിലി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പലവട്ടം വീട്ടിൽ ചോദിച്ചിട്ട് അന്ന് അവർക്ക് മാർഗ്ഗമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു തന്നിട്ടില്ല. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ASL എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഞാൻ CBSE പഠിച്ചത്.
ഈ ASL എന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സ്പീക്കിംഗ് ലിസണിങ് സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക. ആ റിപ്പോർട്ട് എന്നിട്ട് ഈ CBSE അവർക്ക് അയച്ചു കൊടുക്കും, അവർ നമുക്കൊരു മാർക്ക് ഇടും, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം അതിന് ഈ ഓഡിയോ എടുക്കുന്നുണ്ട്, നമ്മുടെ ആ ടെസ്റ്റിൻ്റെ ഒരു ഓഡിയോ എടുക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഓരോരുത്തരുടെ സെപ്പറേറ്റ് ആക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ പഠിച്ച കുറച്ച് പിള്ളേർ പോയി ഈ കമ്പ്യൂട്ടർ ലാബിൽ, അന്ന് Windows XP OS ആണ്, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു പ്രാവശ്യം ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയി. അവിടെ ചെന്നിട്ട് ഈ കമ്പ്യൂട്ടർ ഓണാക്കിയ സമയത്ത് ഈ അന്ന് കുതിര ഓടുന്ന ഒരു ഇതാണ് ലോഡിങ്ങിന്. അത് കണ്ടപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ മൗസാരൊക്കെ ഞെക്കി വെക്കുന്നു അവിടെ ഇവിടെയൊക്കെ. ഞാൻ വിചാരിച്ച സംഭവം അടിച്ചു പോയെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഇവിടെ ഞെക്കി നോക്കിയിട്ട് പിള്ളേർ കളിയാക്കി. കാരണം അവർക്കറിയാം എനിക്ക് കമ്പ്യൂട്ടറിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആളല്ല. ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ഗെയിം കളിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, നമുക്ക് നോക്കിയിരിക്കാൻ അറിയാം, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ പിറ്റേ വർഷം അന്ന് കളിയാക്കി അവൻ്റെ വീട്ടിൽ തന്നെ പോയി അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സ് കാർഡ് മാറ്റി വെച്ച് കൊടുക്കും. പിറ്റേ വർഷം അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്നൊരു കാറുണ്ടോ, അപ്പോൾ ഈ കാറിനകത്ത് ഒരു സ്റ്റീരിയോ സെറ്റ് ഉണ്ട്. അപ്പോൾ പപ്പ ഇങ്ങനെ സ്റ്റീരിയോ സെറ്റ് മാറണമെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് പോലെ ചെറുതായിട്ട് ഇലക്ട്രോണിക്സ്, എൻ്റെ ആദ്യത്തെ കരിയർ ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രോണിക്സാണ്. എൻ്റെ ആഗ്രഹം അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുള്ളതാണ്. നല്ല മാർക്കായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് അന്ന് അയ്യായിരുന്നു. അങ്ങനെ പപ്പ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കോട്ടയത്ത് ഒരു കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ ആദ്യമായിട്ട് ആംപ്ലിഫയർ ഉണ്ടാക്കി അതിൻ്റെ അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഞാൻ ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പം എൻ്റെ കൂടെ എല്ലാ ഞായറാഴ്ച ദിവസവും കളിക്കാൻ പറ്റുന്നൊരു കക്ഷിയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അടുത്ത് തന്നെ ഉള്ളൊരു കക്ഷി. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ദിവസം ഞാൻ പുള്ളി നോക്കുമ്പോൾ ഞാൻ സോൾഡർ കണ്ടിരിക്കാം. പുള്ളി നിങ്ങൾക്ക് സോൾഡറിങ് അറിയാം, എന്നാൽ ഒരു വർക്കുണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ മാല ബൾബ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി എൻ്റെ അടുത്ത് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ എലിമിനേഷൻ ലൈറ്റിൻ്റെ പരിപാടി തുടങ്ങി. ഒരു ബൾബ് സോൾവ് ചെയ്ത് ₹1 കിട്ടും. ആ ₹1 കൂട്ടി വെച്ച് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് അസംബിൾ ചെയ്ത കമ്പ്യൂട്ടർ ഞാൻ ഞങ്ങളുടെ തന്നെ അവിടെ മക്കാട് ഒരു കട പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിസൈനിങ് ഈ സ്റ്റിക്കർ കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇങ്ങനെ എന്നോട് ചോദിച്ചു ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി തരാൻ വെച്ചാൽ ആയിക്കോട്ടെ പറഞ്ഞു. അന്ന് വാട്സല്ല ഇരിപ്പുണ്ട്, ഞാൻ ഉണ്ടാക്കി അതേപടി പുള്ളിക്ക് കൊടുത്തു. അങ്ങനെ എൻ്റെ ബിസിനസ് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ബിസിനസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിൻ്റെ പരിപാടിയാണെങ്കിലും ഈ TV-യുടെ സർവീസ്, കമ്പ്യൂട്ടർ സർവീസ്, ലാപ്ടോപ്പ് സർവീസ്, മൊബൈൽ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പഠിച്ചതല്ല, ഈ അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കില്ലെന്ന് പറയുന്ന സംഭവം നമ്മുടെ താല്പര്യത്തിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഡാറ്റാ സെറ്റിലോട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ. അതെ അങ്ങനെ പഠിച്ച് വന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഈ അടുത്ത കാലത്താണ് നല്ലൊരു കമ്പ്യൂട്ടർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പലർക്കും ഉണ്ടാക്കി കൊടുക്കാനേ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഡെസ്ക്ടോപ്പാണ്. നല്ലൊരു ഡെസ്ക്ടോപ്പ് അസംബിൾ ചെയ്യുന്നത് വിചാരിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ അസംബിൾ ചെയ്ത ഡെസ്ക്ടോപ്പ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 98 GB റാമാണ്. 98 GB മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി. ഗ്രാഫിക്സ് കാർഡ് 24 GB ടെസ്ല K8 എന്ന സീരീസ്. AC ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അവരെ ഞാൻ ചെയ്തേക്കുന്നത് അതിന് അത്യാവശ്യം നല്ല ഒരു ഏകദേശം ഒരു ₹1.5 ലക്ഷം അടുത്ത് ചിലവ് വന്നുള്ളൂ. ₹1 ലക്ഷം അസംബിൾ ചെയ്തിട്ടുണ്ട്. PC ക്ക് മാത്രം. പിന്നെ മോണിറ്റർ 32 ഇഞ്ചിന്റെ വ്യൂസോണിക്കിന്റെ മോണിറ്റർ, അതിനൊരു ₹18 ആക്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, അപ്പൊ ബിറ്റ്കോയിൻ ഒക്കെ മൈൻ ചെയ്തിട്ടുണ്ടോ ആ സമയത്ത്? ഒരു കാലഘട്ടം അതിനോട് താല്പര്യമുണ്ട്. അതായത് 2017 ആ ഒരു ടൈമിൽ അന്ന് ഞങ്ങളുടെ വീടിന്റെ വാതിക്കൽ ഒരു വീടുണ്ട്, ഒരു അത്യാവശ്യം വലിയ വീട്. അടുത്തൊരു പയ്യൻ എലേജ നമ്മുടെ വീട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഫൈനാൻസ് കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പുള്ളി ആദ്യമായിട്ട് എന്നോട് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയട്ടെ. അന്ന് GT 710 അന്ന് 2 GB ഗ്രാഫിക്സ് കാർഡ് അതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വർക്കായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടതാണ്. പക്ഷേ അന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലാപ്ടോപ്പിനെ കുറിച്ചൊക്കെ അന്നറിഞ്ഞ് ലാപ്ടോപ്പിലൊക്കെ കയറി ഒരുപാട് സെർച്ച് ചെയ്യാനോ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അതുപോലെ തന്നെ അന്നെന്ന് പറഞ്ഞാൽ മൈനിങ്ങിന് ഈ ഗ്രാഫിക്സ് കാർഡ് മൈനിങ്ങിനുള്ള കുറേ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചൊക്കെ നോക്കി. പിന്നെ ആഡ് മൈനർ ആ പയ്യന് ആഡ് മൈനറൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനത് നിർത്തി ഇപ്പൊ പുള്ളി ട്രേഡിങ് കുറച്ച് വർഷമായിട്ട് പുള്ളി ട്രേഡിംഗ് ആണ്. ആ സമയത്ത് 2017 ആ ഒരു ടൈം ചെയ്യാൻ നടക്കാറുണ്ട്. ഇപ്പോഴും പല ആൾക്കാരും എനിക്കറിയത്തില്ല പറയാൻ പറ്റും. നമ്മുടെ കോളേജില് അവൻ കൊണ്ട് അവന്റെ ഇതുള്ള CPU ഉള്ള ഇതുള്ള കൊണ്ടുവച്ചിട്ട് അവിടുത്തെ നെറ്റ്വർക്ക് ഉപയോഗിച്ച്
ഇപ്പോഴും പക്ഷെ അതെല്ലാം നെറ്റിന്റെ ഞാനൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. ഈ പണ്ടൊരു കാലഘട്ടം കുറച്ച് അധികമായിട്ടില്ല, എനിക്കൊരു 2016-17 ആ ഒരു ടൈമിലൊക്കെ 29 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നെറ്റ് യൂസ് ചെയ്യുന്നത് കാലം. ഇന്നെങ്ങനെയാണ് അതായത് നമ്മള് വിചാരിക്കുന്നതല്ല, നമ്മുടെ സമൂഹം ഭയങ്കര വേഗമാണ്, ഭയങ്കര വേഗമാണ് ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും. ഇപ്പൊ അതായത് ഭയങ്കര എളുപ്പം. അല്ല, എനിക്ക് ചില സമയത്ത് ഈ AI കാണുമ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഈ ലൈഫ് ഭയങ്കര ഈസിയർ ആയ പോലെ ഫീലിംഗ് തോന്നും. ഇപ്പോൾ കഴിഞ്ഞ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു ക്ലയൻറ്റ് ഒരു 600 പ്രോഡക്ട്സ് ഉള്ള ഒരു ലിസ്റ്റ് അയച്ചു തന്നു. അത് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെയാണ്. എന്നിട്ട് പറഞ്ഞു അവർക്ക് റെഫറൽ ഉണ്ട്, അതിൽ ഇഷ്ടമുള്ള ബ്രാൻഡ് 2 പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവരുമായിട്ട് മീറ്റിംഗ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. 600 ഉണ്ട് ഇന്നലെ ചെയ്ത 600 കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഓരോ പ്രൊഡക്ട്സും വേറെ വേറെ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അതിൽ എത്ര ബ്രാൻഡ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. മാനുവലി ചെയ്യാനാണെങ്കിൽ എനിക്ക് 2-3 ദിവസം എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ChatGPT ആ ഡോക്യുമെന്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ബ്രാൻഡുകളുടെ പേര് മാത്രം സോർട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. 2-3 സെക്കൻഡ് അനലൈസ് ചെയ്തിട്ട് എനിക്ക് 91 ബ്രാൻഡിൻ്റെ ലിസ്റ്റ് എടുത്ത് തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ കാറ്റഗറൈസ് ചെയ്ത് തരാൻ പറഞ്ഞു. 4 കാറ്റഗറി, ഹെൽത്ത് കെയർ, ബ്യൂട്ടി, ഇങ്ങനെ 4 കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് 4 ബ്രാൻഡ്സ് എനിക്ക് പിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. വിത്തിൻ എനിക്കൊന്ന് 15 മിനിറ്റ്സിലുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ചിലപ്പോൾ ഒരു ഇവർ ഇല്ലാത്ത ജോലിയായിരിക്കും. ഇത് ഒരു 2-3 ദിവസത്തെ ജോലിയായിരിക്കും. ഇത് ഏത് ബ്രാൻഡുകളാണ്, ഇതിൽ കാറ്റഗറി എങ്ങനെ തിരിക്കും, കാറ്റഗറി ഇരിക്കണമെങ്കിൽ ഓരോ ബ്രാൻഡ് സെർച്ച് ചെയ്തിട്ട് അത് കാറ്റഗറി കണ്ടുപിടിക്കണം. റൈറ്റ്, ഇത് ChatGPT 10-15 മിനിറ്റ്സ് കൊണ്ട് ചെയ്തതാണ്. ഇത് കാണുമ്പോൾ എനിക്കൊരു സൈ ഓഫ് റിലീഫ്. എന്തോ ലക്കിന് നമ്മൾ ഈ സമയത്ത് ജനിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം. പക്ഷേ എത്ര പേരൊന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടെന്നാണ് ഇപ്പൊ എനിക്ക് റോഡ് സാറിനായിരുന്നു നമ്മുടെ കോളേജില്. പുള്ളി എന്നോട് അന്ന് സംസാരിച്ച ഒരു കാര്യമാണ്. പുള്ളിക്കാരനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, പുള്ളി TCS വർക്ക് ചെയ്യുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അന്ന് ഒരു സെർവർ എന്തോ ബാക്കപ്പ് എടുക്കുന്നുണ്ടോ ഒരു കേസ് പുള്ളി പറഞ്ഞു. പുള്ളി അത് ഓട്ടോമേറ്റ് ചെയ്ത് ഒരു ടൂൾ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്തു. അന്നും ആ കാലഘട്ടങ്ങളിലും അതായത് മടിയന്മാരാണ് ഇന്നോവേഷൻസിനായിട്ട് കുറെ പോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനും ഭയങ്കര മടിയാണ് എന്ത് കാര്യം ചെയ്യും. ഇപ്പം എനിക്ക് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ഒരു പണിയുണ്ടായത്. അതായത് ഞങ്ങൾക്ക് കുറേ ഫോണ്ടുകളുണ്ട്, മലയാളത്തിൻ്റെ കുറേ ഫോണ്ടുകൾ. ഞാൻ മനോരമയ്ക്ക് വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫോണ്ടുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഫോണ്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിനകത്ത് ആഡ് ചെയ്യണം. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് CSS അത്ര ലൈൻ ഓഫ് കോഡ് എഴുതാൻ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 4000 ലൈൻ വേണ്ടി വരും. ഈ 4000 ലൈൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് തരാൻ എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ചെയ്തെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഫോണ്ടുകളെല്ലാം കൂടെ നമ്മുടെ ഒരു ഫോൾഡർ കോപ്പി ചെയ്തു അതിൻ്റെ പേരെല്ലാം കൂടെ ഫെച്ച് ചെയ്യാൻ വേണ്ടി ഒരു പൈത്തൺ കോഡ് ഉണ്ടാക്കി. അത് ഞാനൊരു ലിസ്റ്റിനകത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കയ്യിലൊരു സ്ട്രക്ചറുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ആ സ്ട്രക്ചർ അതിനകത്തോട്ട് ഇത് അപ്പൻഡ് ചെയ്ത് വിടുന്നവരെ സെറ്റ് ചെയ്തു. 4000 ലൈൻ കോഡ് ഒറ്റയടിക്ക് ചെയ്തു തന്നു, ഒരു 10 സെക്കൻഡ് കൊണ്ട് ചെയ്തു. അങ്ങനെ അതിലാണ് അവിടെ എന്തോ ഒരു ജോബ് ലോസ് ഉണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. ജോബ് ലോസ് ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ് തോന്നുന്നു കറക്റ്റ് വാക്ക്. അതായത് അഡാപ്റ്റോടെ നമ്മൾ തിരിച്ച് നമ്മുടെ പബ്ലിക് ഡാറ്റയിലോട്ട്, അതായത് പബ്ലിക് ഡാറ്റ ഉപയോഗിച്ചാണ് ഇവർ. അതെ, പബ്ലിക് ഡാറ്റ ഉണ്ട്. പിന്നെ അല്ലാണ്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ഉണ്ട്. അവർക്ക് തന്നെ ഡിസൈനേഴ്സ് കാണും. ഇപ്പം ഈ പറഞ്ഞ മിഡ്ജേനി ഒക്കെ ആണെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ഡാറ്റ കൊണ്ട് മാത്രമാകത്തില്ല. കാരണം ഒരു സ്പെസിഫൈഡ് ടാസ്കിന് വേണ്ടി മാത്രമായിട്ട് ഒക്കെ ചെയ്യാന്ന് പറയാം. അന്നത്തെ ആ ഒരു ടൈമിൽ ഈ പറയുന്ന AI ഒന്നുമില്ല. നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ഈ ബ്രാൻഡുകളെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത പോലെ കാറ്റഗറൈസ് ചെയ്ത് തരാൻ വേണ്ടിയുള്ള ഒരു AI ഒന്നുമില്ല. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ ഒരു റിസർച്ച് നടക്കണം. അപ്പം ഡോണിസ് പറഞ്ഞു വരുന്നത് എനിക്കൊന്ന് ഭയങ്കര സ്കോപ്പ് ഇനി ഫ്യൂച്ചറിൽ വരാൻ ഉള്ള ഒരു സാധനമായിരിക്കും ഡാറ്റ. ഞങ്ങൾ ഈ കഴിഞ്ഞ February 1-2 ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു MLDS അനലറ്റിക് ഇന്ത്യ മാഗസിൻ നടത്തിയൊരു ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം നടത്തിയ പ്രോഗ്രാമാണ് നിംഹാൻസ് നടത്തിയത്. അതിന് ഞാനും എൻ്റെ ഫണ്ട് മനോരമ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു പുള്ളിക്കാരൻ ഒരു സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ റിസർച്ച് ടോപ്പിക്ക് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ഡാറ്റ സെറ്റുകൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ, അത് ലേബിൾ ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ, അൺലേബിൾഡ് ഡാറ്റ സെറ്റുകൾ. ലേബിൾഡ് ഡാറ്റ സെറ്റ് നമ്മൾ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞാൽ ഇപ്പം ബ്യൂട്ടിക്ക് ആണെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും വരും. അപ്പം ബ്യൂട്ടി ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഒരു ഇമേജിൻ്റെ ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതിന് ലേബിൾഡ് ആണ്. ഇപ്പം ബസ് ഉണ്ടായിരിക്കും, കാർ ഉണ്ടായിരിക്കും, ബൈക്ക് ഉണ്ടായിരിക്കും, അങ്ങനെ പല സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ മനസ്സിലാക്കിയെടുക്കാൻ പറഞ്ഞു. അതാണ് ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി ഇത് മെഡിക്കൽ ഫീൽഡിലേക്ക് വരും, അവിടെ ആവശ്യമാണ്. അത് നമ്മൾ പല ടെസ്റ്റുകളും ഇവർ ഇപ്പം
സ്കാൻ ചെയ്യുന്നതാണേലും ഇതിൻ്റെയൊക്കെ ഓരോ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടല്ലോ. ആ ടെസ്റ്റ് റിസൾട്ടിൽ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പാടുപെടുന്ന കുറേ കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ AI ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ്. അതായത് ഒരു കൊച്ചുണ്ടായിരുന്നു, 3 year old കൊച്ചായിരുന്നു. ആ ക്രോണിക് പെയിനാണ് ഭയങ്കരമായിട്ട്, 2-3 വർഷമായിട്ട് ഭയങ്കരമായിട്ട് കോൺസിസ്റ്റൻ്റ് ആയിട്ട് പെയിൻ തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് 16 ഡോക്ടേഴ്സിനെ കണ്ട പുള്ളിക്കാരുടെ അമ്മ. എന്നിട്ടും ഡോക്ടേഴ്സിന് ഒരു കൺക്ലൂസീവായിട്ടൊരു സാധനം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് പുള്ളിക്കാരി ലാസ്റ്റ് വീക്ക് നടന്നത്, പുള്ളിക്കാരി ഈ പറഞ്ഞ എല്ലാ അനലൈസിസും ഹോസ്പിറ്റലുകാർ ചെയ്ത എല്ലാ റിപ്പോർട്ട്സും എല്ലാ സിംറ്റവും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ChatGPT 4 ഇട്ടിട്ട് ChatGPT വെച്ചിട്ട് എന്തോ സംഭവം. അപ്പോൾ ChatGPT ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് സിംറ്റം എല്ലാം നോക്കിയിട്ട് ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞുപോയി, ഈ രോഗം ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കൺക്ലൂഷൻ കൊടുത്ത്. എന്നിട്ട് ഈ ChatGPTയുടെ റിസൾട്ടുമായിട്ട് പുള്ളി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത് ChatGPT ഇങ്ങനെ പറയുന്നത് എന്താണ്. അപ്പോൾ പെട്ടെന്ന് ആ ഡോക്ടറെ അടുത്ത് അതിനു വേണ്ടിയുള്ള ടെസ്റ്റ് ചെയ്തപ്പോൾ അതാണ് കണ്ടുപിടിച്ചത്. സോ അപ്പം ഞാൻ പറയുന്നത് ഡോക്ടർമാർ ചിലപ്പം ഇപ്പം എനിക്കൊരു രോഗം ഞാൻ പോയി പറയുമ്പോൾ ഡോക്ടർമാർ ചിലപ്പം 1 മണിക്ക്, ഞാനിപ്പോൾ ഒരു 12 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വിശന്നിരിക്കുമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ റെഡി അല്ലായിരിക്കും, മൂഡ് ഓഫ് ആയി. രാവിലെ വീട്ടിലെ പ്രശ്നമുണ്ടായി, രാവിലെ വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്കോ പാരസ്റ്റമോളോ കൊടുത്തുവിടാനുള്ള മൂഡേ ഉള്ളതായിരിക്കും. പക്ഷെ ChatGPTയുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 1 million ടെസ്റ്റുകളുടെ ഹോസ്പിറ്റലുകളുടെ ഡാറ്റയുണ്ട്. ഇങ്ങനത്തെ ഒരു സിംറ്റം വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അനലൈസ് എല്ലാത്തിൻ്റെ ഉണ്ട്. അപ്പം പിന്നെ അതിന് മൂഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫീലിങ്സ് ഇല്ല. അപ്പം പിന്നെ എപ്പോഴും 24/7 ഇത്രയും 1 million അല്ലെങ്കിൽ 10 million രോഗങ്ങളെ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് അതിൻ്റെ ഉള്ളപ്പം ഒരു ഡോക്ടറിന് മേ ബി ഒരു മാക്സിമം 2000 പേരെ ഉള്ളായിരിക്കും അനലൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ആ ഒരു നോളജ് ഗ്യാപ്പും വരുമ്പം ഈ പറഞ്ഞു, ഞാൻ ഈ ഫീൽഡ് പറഞ്ഞു ChatGPT ഇതിന് പകരം നാളെ ഒരു റോബോട്ട് വന്നാലും ഡോക്ടറായിട്ട്. അല്ല, എനിക്ക് പോയി നിങ്ങൾ റിപ്പോർട്ട് നോക്കാൻ ഡോക്ടർ വേഴ്സസ് ഒരു റോബോട്ട്, ഒരു AI റോബോട്ട് എടുത്ത് നിങ്ങൾ പോകും, അതാണ് പ്രശ്നം. വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ആലോചിച്ച് കഴിയുമ്പോൾ ഒരു 100 kilometer സ്പീഡിൽ പോകുന്ന ഒരു മെറ്റൽ സാധനത്തിൻ്റെ അകത്ത് ഇരിക്കാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഇപ്പൊ നമുക്കത് ഇപ്പൊ എന്റെ മകനെ കണ്ടു വളർന്നു, നമ്മൾ കണ്ടു വളർന്നു. നമുക്ക് ഈ 100-200 kilometer സ്പീഡിൽ പോകുന്ന ഒരു മെറ്റൽ ബോക്സിന്റെ അകത്തിരുന്ന് യാത്ര ഇടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പപ്പടായി പോകും. കുഴപ്പമില്ല, അതുപോലെ ആവും. അവര് ചെറുപ്പം പോലെ നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ അവര് ചെറുപ്പം പോലെ കാണുന്നില്ല. നമ്മള് കണ്ടതല്ല, നമുക്കൊരു പേടിയുണ്ട്. അവര് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അവര് നമ്മൾ പോകുന്ന പോലെയല്ല, അതിന്റെ അപ്പുറത്തെ സ്പീഡിലായിരിക്കും ഓടും. ഇപ്പം അത് ഓൾറെഡി ഇപ്പൊ തന്നെ പോയി തുടങ്ങി. ഇപ്പൊ എന്റെ കസിൻ വരെ ടെസ്ല എടുത്തു, അതിനൊരു $300 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോപൈലറ്റ്. ഇന്ത്യയിൽ എത്ര എടുക്കുന്നത് ട്രെയിനിങ് മോഡലൊക്കെ നല്ലോണം ആവശ്യം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികള് അല്ല, പക്ഷെ എനിക്ക് മനസ്സിലായതോടെ ഇന്ത്യ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായത് ഒരു 2015 ശേഷം. കാരണം സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് വന്നതിന് ശേഷം അതില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഇത്ര ഇന്ത്യ ഡെവലപ്പ് ആവുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പല കമ്പനികളുടെയും സിഇഒമാര് ഇന്ത്യൻസ് ആണ്. സുന്ദർ പിച്ചൈ അങ്ങനെ സത്യം തന്നെ അതുപോലെ ഇഷ്ടംപോലെ അഡോബിയുടെ പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ഇത്ര കൂടുതലായതുകൊണ്ട് ലോ ഓഫ് ആവറേജ് കൂടി കയറി വരുന്നതാണ്. അല്ല, US പോയി നോക്കാം. ഡാറ്റാബേസ് ഒരു കാര്യമുണ്ട്. അതായത് US ഇമിഗ്രന്റ് ആയിട്ട് പോയ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ യൂറോപ്പിൽ നിന്ന് പോയ ആൾക്കാർ, ഇന്ത്യയിൽ പോയതുണ്ട്, ചൈനക്കാരുണ്ട്, അതില് പോപ്പുലേഷൻ വൈസ് ഏറ്റവും കൂടുതൽ ആവറേജ് ഇൻകം, ആനുവൽ ഇൻകം ഉള്ളത് ഇന്ത്യക്കാർക്ക്. ഒരിക്കലും US പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ കുറിച്ച് മോശം അഭിപ്രായം പറയാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അവിടെയുള്ള ഇന്ത്യക്കാരെ കുറിച്ച് കുറിച്ചും പറയില്ലല്ലോ. പണ്ട് പറയാൻ നമ്മൾ ബംഗാളികളെ കുറിച്ച് അവരല്ലേ നമുക്കൊരു കാര്യം അവര് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുടെ നാട് രക്ഷപ്പെടുവാണ്. അതാണ് അതിനകത്ത് സത്യാവസ്ഥ. എവിടെയാണ് പോപ്പുലേഷൻ കുറവ്? പോപ്പുലേഷൻ മാത്രമല്ല, വേറെ കാര്യമുണ്ട്. ഇന്ത്യക്കാർക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്, കുറ്റം കണ്ടുപിടിക്കാൻ. പോലെ ആൾക്കാർ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത് നോക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് ഭയങ്കര അല്ല, അതിന് ഇതുപോലെ വ്യൂവേഴ്സും കൂടുന്ന
അല്ല ബിഗ് ബോസ് ഒക്കെ എടുത്തുകൊണ്ട് യൂറോപ്പിൽ അല്ലെങ്കിൽ യു എസ് വെച്ച് അത് വർക്ക് ബിഗ് ചെയ്തു. ബ്രദർ അതല്ലേ അത് വർക്ക് ചെയ്തു. ഇതൊരു എക്സ്പെരിമെന്റിന്റെ പാർട്ടായിട്ട് തുടങ്ങിയത്. ഒരു ബോട്ടയിൽ ഒരാളെ കുറെ പേരെ കയറ്റി വിട്ടിട്ട് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഈ സാധനം അത് എല്ലായിടത്തും വർക്ക് ചെയ്യും. ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. പക്ഷെ കൾച്ചറലി ദിസ് ഈസ് നമ്മുടെ സ്വഭാവം ഇസ് മോർ ആക്സെപ്റ്റഡ് ഹിയർ. അത് മോർ അല്ല നമ്മുടെ വ്യത്യാസം ഈസ്റ്റും വെസ്റ്റുമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള കൺട്രീസിന് കൂടുതൽ കമ്മ്യൂണിറ്റി ഫീലിംഗ്, സോഷ്യൽ ലിവിംഗ് ആണ്. അതായത് ഫാമിലി ഡിപ്പെൻഡന്റ്, ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കൊരു സഹായം വേണമെങ്കിൽ എനിക്ക് ചോദിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. വെസ്റ്റേൺ ഭയങ്കര ഇൻഡിവിജ്വൽ സംഭവമല്ല, ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല. എല്ലാവരും യു ഹാവ് ടു ഡു യുവർ ഓൺ തിങ്, കണക്റ്റഡ് അല്ല. അങ്ങനത്തെ ഒരു കൾച്ചറൽ വ്യത്യാസം വരുമ്പോഴായിരിക്കും ഇവിടെ വരുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ എന്നെ ഒഫൻഡ് ആവും. അവനെന്ത് തരത്തിലാണ് ചെയ്യുന്നത്, എവരിത്തിങ്. അല്ല എന്തോരം ക്ലോസർ ആണ് ടു ലൈക്ക് ലിറ്ററലി നമ്മുടെ അല്ല ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ മേ ബി ഇൻ 100 years ഒരാൾ ജനിച്ചു കഴിഞ്ഞിട്ട് ജോലി ചെയ്യാതെ ജീവിതകാലം മുഴുവൻ വെറുതെ ഇരുന്ന് ജീവിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ലെവലിലെത്തും. ഇറ്റ്സ് എ വെരി ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. അപ്പം ഞാനൊരു കോൺസെപ്റ്റ് ഞാൻ കണ്ടത് ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല വീടുകളിലും IoT ഇംപ്ലിമെന്റ് ചെയ്ത് വീട്ടിൽ നമുക്ക് പാലും ലൈറ്റ് വിടാൻ വേണ്ടി മടിയായി തുടങ്ങിയ ഒരു കാലമാണ്. അലക്സയോട് പറയാം, ഇരിക്കുന്നിടത്ത് അലക്സയോട് പറയാം, ഞാൻ എന്റെ മുടി ചെയ്തിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ വീടുകൾ നടക്കുകയാണ്. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഫുള്ള് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പൊ എന്നെ പോലെ ഇന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും. അതിന്റെ കൂടെ VR കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് പണിയെടുക്കാതെ അല്ല, പണിയില്ല, അത് റോങ്. അത് മറ്റേ ജോബ്ലെസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുമാതിരി എല്ലാ പരിപാടിയും ഹാസ് സെറ്റായി. പിന്നെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് എവർ ദേ ലൈക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി. ലൈക്ക് അല്ല, എന്തൊരു മീനിങ് എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ അത് എങ്ങനെയാ സൊസൈറ്റി, പക്ഷെ അങ്ങനെ ഒരു ലെവലിലോട്ട് പോകുമോ എന്നാണ് എന്റെ ചോദ്യം. അതിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുമാതിരി വിലയില്ലാത്ത പോലെ എത്തില്ല. അതായത് ഇപ്പൊ ഒരു പച്ചക്കറിക്ക് 50 രൂപയാണ്. 50 രൂപ ആകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഡിമാൻഡ്, അതായത് എല്ലാവർക്കും ഓക്കെയാണ് 50 രൂപ കൊടുക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ഈക്വൽ കാശ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തിന്റെ പൊളിറ്റിക്സ് വേറൊരു ബേസിക് ഫ്ലോ ഉണ്ട്. അതായത് യു ഹാവ് ടു ഏൺ ഓൺ ടോപ്പ് ഓഫ് ദ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന സാധനം. അത് ഇപ്പൊ ചിലപ്പോൾ പ്രശ്നം വരുന്നത് ഇഫ് വൺ പേഴ്സൺ, ഇപ്പൊ നമ്മൾ 4 പേരുണ്ട് ഇവിടെ, നമുക്ക് 20,000 വെച്ച് കിട്ടുവാണ്. ഞാനിപ്പോൾ ഒരു ജോബിന് പോയി കഴിഞ്ഞാൽ ഐ എം നോട്ട് വോണ്ട് ക്വാളിഫൈ ഫോർ യൂണിവേഴ്സൽ ബേസിക് ഇൻകം. പക്ഷെ എനിക്ക് 16,000 രൂപ കിട്ടത്തുള്ളെങ്കിൽ ഞാൻ ജോബിന് പോകത്തില്ല. ഇൻസ്റ്റെഡ് എല്ലാവർക്കും യൂണിവേഴ്സൽ ബേസിക് ഇൻകം പ്ലസ് ഇഫ് ഐ ഡു സംതിങ് എക്സ്ട്രാ, എനിക്ക് അതിൽ പുറത്തോട്ട് എക്സ്ട്രാ ഇഫ് ഐ ക്യാൻ ഏൺ, റൈറ്റ്? അപ്പൊ ആ യൂണിവേഴ്സൽ ഇൻകം എന്ന് പറയുന്നത് സീറോയിലോട്ട് പോകത്തില്ലേ? ആ പൈസ ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആകത്തില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലികൾ ഈ AI കൊണ്ടുവന്നിട്ട് കുറെ സാധനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരാൾക്ക് ജീവിക്കാനായിട്ട് ഇറ്റ് ഡസന്റ് ഹാവ് ടു വർക്ക്. ബേസിക് നെസസിറ്റി മീറ്റ് ചെയ്ത് അംബിഷൻ മാത്രമാണ് നമ്മുടെ ഇത് എളുപ്പമാക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങളുണ്ടായിരിക്കും, അതും ചെയ്യാന്നുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത സൊല്യൂഷൻ നമുക്കിങ്ങനെ വരും, അടുത്ത പ്രോബ്ലം വരും. അല്ല ആ പ്രോബ്ലം ആണല്ലോ വരാൻ പോകുന്നത്. അതാണല്ലോ ചോദിച്ചത്. അതിനൊരു സൊല്യൂഷൻ വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാവാം. ഇപ്പം പല കമ്പനികളും വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പം അവരുടെ ഷെയർസിലായിരിക്കും പിടിച്ചു നിൽക്കുന്നത്. അതായത് അവരുടെ ബിസിനസ്സിലാവണമെന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോ നിങ്ങൾക്ക് വേണ്ടി റോബോട്ട് പണിയെടുക്കുകയാണെങ്കിൽ അവൻ കാശ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ജീവിക്കാൻ. എക്സാക്ട്ലി, അതാ ഞാൻ ചോദിക്കാൻ അതാണ് എന്റെ ചോദ്യം കറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ റോബോട്ടിനെ എത്ര സൂപ്പർ ആക്കി വെക്കും. അതായത് എന്റെ റോബോട്ടിന് ഞാൻ അവനെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളൊരു കമ്പനി നടത്തുന്നത് രണ്ടുപേരും നിങ്ങളുടെ വർക്കേഴ്സ് എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആണോ അതാണ് നിങ്ങളുടെ ഇൻകം. ഓക്കെ, അപ്പൊ നമ്മുടെ എംപ്ലോയീസ് എല്ലാം മാറിയിട്ട് റോബോട്ട്സ്, നമ്മള് ജീവിത രീതികളും അവരുടെ ഫൈനാൻഷ്യൽ ആ ഒരു സപ്പോർട്ടും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്ര റോബോട്ട് ഉണ്ടാക്കുന്നതല്ല, മേ ബി ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ടീഷർട്ട് ഉണ്ടല്ലോ, അത് ഫാഷൻ നമ്മുടെ ചോയ്സാണ്. ഇപ്പൊ ഞാൻ ചിലപ്പോൾ പൊട്ട ഫാഷൻ ആയിരിക്കും, ടെൽസൺ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ തുണി ഉണ്ടാക്കുന്നില്ലല്ലോ. റോബോട്ട്സും അതുപോലെ മാർക്കറ്റിൽ ഒത്തിരി റോബോട്ട്സ് അവൈലബിൾ ഉണ്ട്. എങ്ങനെയാണ് ഞാൻ അതിനെ കൺഫിഗർ വാങ്ങിക്കുന്നത്, ഏത് ടൈപ്പിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫിനാൻഷ്യലി വെൽ ഓഫ് ആയവർക്ക് ബെറ്റർ റോബോട്ടിനെ മേടിച്ച് ബെറ്റർ സ്മാർട്ടർ റോബോട്ട്
അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ റോബോട്ട് വിട്ടേര്. അതെ ഇവർക്ക് നമ്മൾ സെലക്ട് ചെയ്തില്ലേ അല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വർഗീയത്. ഒരു കമ്പനി 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടെങ്കിൽ വ്യത്യാസപ്പെടുന്നത് നമ്മൾ ഹയർ ചെയ്യുന്ന ക്വാളിറ്റിനെ. അല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് നമുക്കൊരു ഡിസൈനറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മിഡ്ജേണി ഒരു സാധനം ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മിഡ്ജേണി ബിക്കംസ് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഭയങ്കര മിഡ്ജേണി പോലത്തെ വേറെ സാധനം വന്നു കംപ്ലീറ്റ് നമ്മൾ പറയുന്ന സാധനം ഇത് ചെയ്ത് ഉണ്ടാക്കി തരുന്നത്. ഐ തിങ്ക് അതൊരു റോബോട്ട് അല്ല, പക്ഷേ റോബോട്ടിക് ഇതിലോട്ട് പോകണമെങ്കിൽ ഒരു ഡിസൈനർ മതിയായിരിക്കും ഈ വരുന്ന ഡിസൈൻസ് അപ്രൂവ് ചെയ്ത് വിട്ടാൽ മതി. അപ്രൂവ് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ ഞങ്ങളുടെ മനോരമയുടെ ഒരു കാര്യം പറയാം. അപ്പം ഞങ്ങൾക്ക് ഇത് തന്നെയാണ്, അതായത് ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മനോരമയ്ക്ക്. ഇന്നിപ്പോ വർക്കേഴ്സ് കുറഞ്ഞു വരിക. കാരണം എന്ന് വെച്ചാൽ പുതിയ ടൂൾസ് വന്നു, പുതിയ കാര്യങ്ങൾ വന്നു. അപ്പം അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത്രയും കൂടെ നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം കുറെ പേരെ ഒഴിവാക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കോൺട്രാക്ട് ബേസിൽ ആൾക്കാരെ എടുക്കുക. അപ്പോൾ 1 വർഷം നിർത്തുക, അത് വിടുക. അങ്ങനെ ഒരു വർക്ക് കൾച്ചർ ഓൾറെഡി നമ്മുടെ പല കമ്പനികളിലും ഉണ്ട്, വന്നു തുടങ്ങിയിട്ടുണ്ട്. മുമ്പോട്ട് അങ്ങനെ നോക്കേണ്ട ഒരു ജോലി ഇല്ലാത്തൊരു സാധ്യത പോകാനുള്ള ചാൻസസ് കൂടത്തേ ഉള്ളൂ പറയുമ്പോഴത്തേക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സർവൈവ് ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കി നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളപ്പം അതിനെ വെല്ലാൻ പറ്റും. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വെല്ലാൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾ ആലോചിച്ച് പോകും. അതാണ് ഭാവിയിൽ ഉണ്ടാവുന്നത്. പക്ഷെ എല്ലാവരും കൊണ്ടും പറ്റില്ല. എക്സാക്ട്ലി. റെസിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമ്മുടെ ജോബിന് അല്ല അത് ഇപ്പോഴത്തെ പ്രശ്നമുള്ളൂ. അതാ ഞാൻ എന്റെ കറങ്ങി തിരിഞ്ഞ് ഞാൻ കമ്മിങ് ടു ദ പോയിന്റ്. വേറെ ഇപ്പോഴേ അത് പ്രശ്നമുള്ളൂ. ഇപ്പൊ നമ്മൾ എയിലോട്ട് ഡെവലപ്പ് ചെയ്യണം. ബട്ട് 100 years മേ ബി 200 years ഡൗൺ, മേ ബി 100 years പോലും വേണ്ട അറ്റ് സ്പീഡ് ഓഫ് ഡെവലപ്മെന്റ്. 100 years 2030 ChatGPT പവർഡ് റോബോട്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നതാണ്. ഓക്കെ, സോ മേ ബി ലെറ്റ്സ് സേ ഞാൻ ഇച്ചിരൂടെ ഇത് പുഷ് ചെയ്യുക. ലെറ്റ്സ് സേ 50 years കഴിഞ്ഞ് കഴിയുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു നോ ബിക്കോസ് ആ ലെവലിലെത്തും. കാരണം അവൻ നമ്മളെ പോലെ തന്നെ ഒരാളായി മാറും ഓട്ടോമാറ്റിക്കായി. ബിക്കോസ് 20 വർഷം മുമ്പ് ഒരു കോടി അറിയാൻ മേലാത്ത വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ തന്നെ ഒരു 5 വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു ലൈൻ കോഡ് എഴുതാൻ അറിയത്തില്ല. ഷോപ്പിഫൈ ഫങ്ഷനിങ് ഇ-കോമേഴ്സ് വെബ്സൈറ്റ്. ഇനി ഇച്ചിരൂടെ കഴിയുമ്പോൾ അതുപോലും വേണ്ടി വരും. അത് പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡെവിൻ എന്ന് പറഞ്ഞൊരു കോഗ്നിഷൻ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനി ഡെവിൻ എന്ന് പറഞ്ഞ സാധനം ഇറക്കിയില്ലേ. അത് ഞാൻ ഡെവിൻ എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായിട്ട് ബ്രൗസറുണ്ട്, അവൻ തന്നെ എല്ലാം വർക്ക്. അതൊരാള് അത് ടെസ്റ്റ് ചെയ്ത് എന്താ അപ്വർക്ക് ഫ്രീലാൻസിങ് സൈറ്റില്ലേ, ഫ്രീലാൻസിങ് സൈറ്റിൽ ഒരു ടാസ്ക് വന്നു. എന്താ എനിക്കൊന്ന് ഇമേജ് റെക്കഗ്നിഷനോ അതിലെന്തോ ഒരു ബഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക് $25 ഉണ്ടായിരുന്നു, $30 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി ജസ്റ്റ് ആ ടാസ്ക് എടുപ്പിച്ച് ഡെവിനെ കൊണ്ട് ടാസ്ക് ബഗ് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് വർക്കിംഗ് മോഡലാക്കി കൊടുത്തത് ഡെവിൻ തന്നെ. ഇവന്റെ ഒരു ഇന്ററപ്ഷൻ ഒന്നുമില്ല ഈ ആളുടെ. അവൻ ആ ഒരു അപ്വർക്കിലെ ടാസ്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും. ചെറിയൊരു എഡിറ്റിംഗ് പുള്ളിയും ചെയ്യണം. കാരണം സൂപ്പർവൈസിംഗ് എന്ന് പറഞ്ഞ റോള് മാത്രം നമുക്ക് അടുത്തൊരു കാലഘട്ടം വരാൻ തന്നെ വരാൻ ചാൻസ് ഇല്ല. അതെന്ന് വെച്ചാൽ നമുക്കിപ്പം വീട് പണിയാനായിട്ട് മേസ്തിരി ഉണ്ട്, മൈക്കാടുണ്ട്, അല്ലാണ്ട് പെയിന്റ് അടിക്കാനായിട്ട് ആൾക്കാരുണ്ട്, അങ്ങനെ ഓരോരുത്തരാണ്. പക്ഷെ ഇവർക്ക് എല്ലാം കൂടെ ഒരു സൂപ്പർവൈസറാണ്. ആ രീതിയിലേക്ക് നമ്മൾ ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലോഗോ ഉണ്ടാക്കണം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, അതിനൊരു ലോഗോ വേണം. ആ ലോഗോ ആണെങ്കിലും അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇമേജുകളാണെങ്കിലും ഇതിന് മിഡ്ജേണി ഈ പറയുന്ന സ്റ്റേബിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ടാക്കണം, അതിന് സോറ ഇങ്ങനെയുള്ള സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ നേരത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസൈനേഴ്സ് ആണെങ്കിൽ അവർക്ക് വരെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഡിസൈനിങ്ങിന്റെ അറിഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യും, ഫോട്ടോഷോപ്പിൽ ജനറേറ്റീവ് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് അത് വന്നപ്പോ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് ഇന്ന സാധനം ഇന്ന അടുത്ത് വെക്കാൻ പറഞ്ഞ് അങ്ങനെ വായിച്ചു തരും. അപ്പൊ ഇത് കുറഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിന്റെ ഐഡിയാസിന്റെ ഇത് ഐഡിയാസ് നമുക്ക് കൂടും. അത് കൂടാതെ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് 2 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ ആ 2 ദിവസത്തെ നിങ്ങളുടെ ഈ എമൗണ്ട് കിട്ടുന്ന അതേ എമൗണ്ട് നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് കിട്ടും. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ്ലി കുറച്ച് കാലത്തേക്കേ കാണത്തുള്ളൂ. അല്ല പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ഇത് ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം എന്റെ മനസ്സിൽ തെളിഞ്ഞത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ ഈ ജനറേറ്റീവ് ഫീൽഡ് ഉള്ളതുകൊണ്ട് ഒരു സാധനം ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞാൽ ഒരു 10 ഡിസൈൻ ചിലപ്പോൾ ഈ വരച്ചും ഇതും 2 ദിവസം കൊണ്ട് ചെയ്യുന്ന പരിപാടി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ചെയ്യുന്ന ആൾക്ക് മറ്റേ അതിന്റെ ഐഡിയാസ്, അതായത് മറ്റേ ബ്രെയിൻ റിവൈറിംഗ് ഇല്ല, അതായത്
ഒരു ദിവസം 10 ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹി ക്യാൻ ലേൺ ഫാസ്റ്റർ എന്നൊരു സംഭവം ഇത് ചെയ്യാൻ പറ്റുന്നില്ല സംഭവം. അതായത് ഒരു ഔട്ട് എടുത്തു കഴിയുമ്പോഴല്ലേ ഫീഡ്ബാക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആ ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കുകയാണ് കേട്ടോ. ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പലപ്പോഴും പറയാറുണ്ട്, ചില സമയത്ത് ഞങ്ങളിപ്പോ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ അവിടെ ഓഫീസിൽ ഇങ്ങനെ സംസാരിക്കാൻ പറയും നമ്മളൊന്നും ഇല്ലേ പത്രമാണെന്നില്ല. പക്ഷെ അവിടെ പഴയ ആൾക്കാർ നമ്മളൊന്നും ഇല്ലെങ്കിൽ അവരിറക്കും. അത് അങ്ങനെ തന്നെയാണ്. കാരണം അവർ ഇത്രയും വർഷം അവർ ഇതിന്റെ ഓരോരോ പുതിയ ഉടായ്പകൾ അവർക്കറിയാം. നമ്മളെക്കാട്ടി കൂടെ അവർക്ക് ഡിസൈനേഴ്സ് എഡിറ്റേഴ്സിന് അറിയാം. അവർ ചെയ്യുന്നത് അതൊക്കെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരു 50% എങ്കിലും ആൾക്കാരുടെ ജോലി പോയിരിക്കുന്ന ഫീൽഡിൽ എനിക്ക് തോന്നുന്നത് മോഡൽസും ഫോട്ടോഗ്രാഫേഴ്സിന്റെ കുറെ ഫ്രീലാൻസിംഗ്. എന്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു. പക്ഷെ ഒരു കുറച്ച് കാലം എന്റെ ഓർമ്മ ശരിയാണ്, ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ പഠിക്കാൻ ആ ടൈം വരെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ പോയി തുടങ്ങി. കാരണം അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ആ സമയത്ത് ഷട്ടർ സ്റ്റോക്ക് വന്നപ്പം ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇത് പോയി കാണും. ഇപ്പൊ ഷട്ടർ സ്റ്റോക്കിനെ കില്ല് ചെയ്യുന്നതാണ് ഈ സംഭവം. നമ്മുടെ മിഡ്ജേണി, അതായത് ചെറിയൊരു ഒരു മേ ബി ഒരു 5,000 റുപ്പീസിന്റെ ഒരു വർക്ക് ആയിരിക്കും ഒരു മോഡലിന് കിട്ടുന്നത്. അതിന് പകരം നമ്മള് നമ്മൾ നേരത്തെ സാഹചര്യം വീഡിയോ ക്യാമറ ടേപ്പ് വേണം, എല്ലാം പുതിയ പുതിയ ടൂൾസ് വരുന്നു. നമ്മുടെ പണി കുറെ കൂടെ എളുപ്പമാകുന്നു, കുറെ കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഗുണങ്ങളുണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഏത് ലെവലിലേക്ക് പോകുന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഓരോ കാര്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി പോകണം. ശരിക്കും ഇപ്പം പറഞ്ഞൊരു റിസർച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഡെയിലി പുതിയ പുതിയ പഠിത്തങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെ ഫോർ എക്സാമ്പിൾ യൂറോപ്പിലും US-ലും ഒക്കെ ആൾക്കാർ ഭയങ്കര അവെയർ ആയതുകൊണ്ട് ഇപ്പൊ ഒരു പത്രം പറയുവാണ് ഞങ്ങളുടെ റീസൈക്കിൾ പേപ്പർ എന്ന് പറയുവാണെങ്കിൽ അവരതിൽ ബില്ലിംഗ് മീവൻ കാശ് കൂടുതൽ എടുത്ത് വാങ്ങിക്കാൻ അവർ ബില്ലിംഗ്. ഇന്ത്യയിൽ സർവൈവലാണ് ഫസ്റ്റ്. അല്ല ഇവിടെ എക്കണോമി അത്ര നല്ല കൺസെപ്റ്റ് കൊണ്ട് വരുമ്പോൾ അവരെ എങ്ങനെ ഒതുക്കി ഇരുത്താനേ നോക്കത്തുള്ളൂ. എക്കണോമിക്സിന്റെ പ്രശ്നം. ഒരുത്തം നല്ല കൺസെപ്റ്റ് ആയിട്ട് അത് എനിക്കിട്ട് പണി കിട്ടുമെന്നുള്ള പേടിയാണ്. പണി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത്രയും രൂപയുള്ളൂ എനിക്ക് കിട്ടുന്നുള്ളൂ. അതിൽ എനിക്ക് വേറെ ആൾക്കാരെ ബേർഡനെ കാക്കൊന്നും വേണ്ട. എനിക്ക് ഇപ്പം എന്റെ ഫാമിലിക്ക് ഫീൽ ടെക്നോളജിയോട് ഭയങ്കര ഒത്തിരി പേരുണ്ടെന്ന് ടെക്നോളജിയോട് ഭയങ്കര അത് പുതിയ കാര്യം എന്ത് പുതിയ കാര്യം വന്നാലും ഇല്ല ഇത് വർക്കൗട്ട് ആകത്തില്ല, നമുക്ക് പഴയ രീതിയിൽ തന്നെ പോകും. പഴയ രീതിയിൽ ഒരു എന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതൊരെണ്ണം. അതായത് പുതിയൊരു സാധനം വരുമ്പം അത് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ ഓപ്പൺ ആയിരിക്കും എന്നുള്ളൊരു സംഭവം ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മോനിറ്ററിച്ച് പോകുന്നുള്ളൊരു ഇന്നോവേറ്റർ ആവണമെന്നില്ല, ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ആരിപ്പം ഒരു എന്നെ കഴിഞ്ഞ ഒരു 10 വയസ്സ് കുറവുള്ള ഒരാളുമായിട്ട് എനിക്ക് കോൺവെർസേഷൻ കീപ്പ് ചെയ്യാൻ പറ്റണം. അവര് പറയുന്ന കാര്യങ്ങൾ എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അല്ല ഞാനിപ്പോഴും അങ്ങനെ ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പേർപ്പിന്റെ ആയിരുന്നു പറഞ്ഞത്. പുള്ളി വഴി ഞാനൊരു കാര്യം പഠിച്ചു. അതുപോലെ ഓരോരുത്തരും എനിക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടാകാനാണെങ്കിൽ അറിയാവുന്ന വലിയ വലിയ കമ്പനിയുടെ ആൾക്കാർ അറിയാവുന്നുണ്ട്. ഇപ്പം AVA ഗ്രൂപ്പ്സിന്റെ AVA ഗ്രൂപ്പ്സ് പേഴ്സണൽ അറിയാവുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം എനിക്കും കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഇന്നോവേറ്റർ മൈൻഡ് സെറ്റ് പോകേണ്ട ഒരാളെയല്ല. പക്ഷെ അത് അങ്ങനെ പോയെന്ന് ഓൾട്ടീസും ഒരു ഓർഗനൈസേഷൻ ഞാൻ വന്നതിന് ശേഷം അപ്പം അങ്ങനെ വന്ന് ഞാൻ ആരോടും സംസാരിക്കാത്ത ഒരാളാണ്. ആ ആളാണ് ഇത്ര സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ കസിൻസ് പോലും പറയാറുണ്ട്. പ്രാവശ്യം ഞാനൊരു കേർത്താസിന് പോയപ്പോഴത്തേക്കും എൻ്റെ ചേട്ടനോട് വന്നിട്ട് എൻ്റെ കണ്ടു വന്നിട്ട് പുള്ളി ചോദിക്കാം ഇവൻ ആരോട് സംസാരിച്ചത്. അങ്ങനെ നിന്ന ഒരാളാണ്. ആ വ്യക്തി ഇന്ന് മാറിയെന്ന് പറഞ്ഞാൽ അത് മെയിൻ കാരണം ഈ പറഞ്ഞ ഓൾഡീസാണ്. അവർ പറഞ്ഞത് നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്ത് വന്ന് നമ്മൾ ജീവിതം എന്താണെന്ന് കണ്ട് 10 പേർക്ക് ജീവിതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നാളെ നമുക്കത് ഉണ്ടാകുന്നൊരു ചിന്ത നമുക്ക് വന്നപ്പോഴാണ് നമുക്ക് നമ്മൾ എന്താ പറയുക മാറണം, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം മുമ്പത്തെ കോൺവെർസേഷൻ കേട്ട കാര്യം മറ്റേ മനോരമയിൽ ആ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നു പറഞ്ഞില്ല, ആ കാര്യം പറയാൻ പറ്റുമോ? ഇപ്പം മനോരമയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു പറഞ്ഞാൽ മനോരമ നമ്മളിപ്പോൾ AI യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് ലാംഗ്വേജ് സമ്മറൈസേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ LLM വേണ്ടി നമ്മൾ LLM മോഡൽസിനാണ് യൂസ് ചെയ്യുന്നത്. അത് വെർട്ടെക്സ് AI യൂസ് ചെയ്തിരിക്കുന്നതാണ്.
അത് തന്നെ നമ്മൾ ഇൻഹൗസ് ആക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ ഒരു ഏകദേശം 10-14 ലക്ഷം ന്യൂസുകൾ മലയാളത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പുതിയൊരു ഈ പറഞ്ഞ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനിൽ ഈ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ കഴിഞ്ഞ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എൻഹാൻസ് ചെയ്യാനുള്ള കൂടെ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഒബിച്ചറി പേജിൽ വരുന്ന മിക്ക ഇമേജുകളും പഴയ ആൾക്കാരുടെ, അതായത് ഒരു 10-60 വയസ്സിന് മുമ്പ് 10-60-70 വയസ്സുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പത്തെ ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പത്തെ ആയിരിക്കും. മിക്കതും കൊള്ളുവരാത്തതായിരിക്കും. ചിലപ്പോൾ മരിച്ചു കിടക്കുന്ന ആളുടെ ഫോട്ടോ അപ്പമായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഫോട്ടോസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അത് തീർത്തും ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്ത് നല്ല രീതിയിലാക്കി നിങ്ങൾ വളരെ പത്രം എടുത്ത് നോക്കിയാൽ ഒബിച്ചറിയിൽ എപ്പോഴും വരുന്ന ഫോട്ടോസ് എല്ലാം നല്ല അടിപൊളി ഫോട്ടോ. അത് ഇംപ്ലിമെന്റ് തുടങ്ങിയോ? ഞാൻ വെച്ചത് 11 യൂണിറ്റ് അത് യൂസ് ചെയ്തില്ല. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെക്നോളജി നമുക്ക് 4 മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. SR ഗ്യാനും ESR ഗ്യാനും പിന്നെ GFP ഗ്യാൻ എന്നുള്ളൊരു നെറ്റ്വർക്കും. ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ESR ഗ്യാൻ എന്നുള്ള മോഡൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ ഒരാളുടെ സിംഗിൾ പ്രോജക്റ്റാണ്. അപ്പം അതൊരു ടൂള്, അത് ഇമേജ് എൻഹാൻസ് ചെയ്യും. 4 ഫോട്ടോസ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് എടുക്കാം. 4 ഫോട്ടോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ഒരു ഇന്റർഫേസ് ഒക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക്ഡിൽ എൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൾ അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ തീർത്തത് 2 മാസം കൊണ്ട് തീർക്കാൻ. പക്ഷെ എനിക്ക് കുറച്ച് ടൈം കൂടുതൽ പോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BG റിമൂവ് പോലെ വർക്ക് ചെയ്യണം. ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സാധനം കാണിച്ചു തരുമോ, ഇതുപോലെ തന്നെ വർക്ക് ചെയ്യണം. അത് എന്തുകൊണ്ട് എന്നാൽ പിന്നെ BG റിമൂവർ ഉപയോഗിക്കാൻ പറ്റില്ല? നമ്മുടെ കയ്യിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ജിറ്റ് കോഡോ എന്തെങ്കിലും നമുക്ക് എന്തുകൊണ്ട് നമുക്ക് API വാങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. BG റിമൂവ് അല്ല, മിക്ക ടൂളുകളും AI ടൂളുകളും നമുക്ക് API വാങ്ങാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു ഒരാളെ സംബന്ധിച്ചുള്ള ഒരു ഫോട്ടോയാണ് പുറത്തു പോകുന്നത്. ഇപ്പം മരിച്ച ഒരാളാണെങ്കിലും ഇനിയും ജീവനുള്ള ഒരാളുടെ ആണെങ്കിലും ഒരു ഫോട്ടോ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് നാളെ ഏത് രീതിയിൽ പോകുന്നത് പറയാൻ പറ്റില്ല. അതേസമയം നമ്മുടെ പത്രത്തിലൊരു ഫോട്ടോ ആണെങ്കിൽ അതിന് പോകുന്ന ലിമിറ്റേഷൻ ഉണ്ട്. കാരണം മെയിനായിട്ടൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്നത് ഇമേജിൽ വന്ന RGB ഇമേജാണ്. നിങ്ങൾ കേൾക്കാത്തൊരു സാധനമാണ് CMYK. നിങ്ങൾ CMYK വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് RGBയിലേക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിലും നമുക്ക് ആ കളറിന് വ്യത്യാസം ചെയ്യാൻ പറ്റും. അപ്പം അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാൻ ഭയങ്കര എളുപ്പമാണ്. അതിന് ഈ ഒറിജിനൽ ഫോട്ടോ പോയി ഓൺലൈനിൽ പോയി വേറെ വല്ല എന്തൊരു കേസുകൾ ഇന്നിപ്പം ഇഷ്ടംപോലെ അനാവശ്യമായ സോഫ്റ്റ്വെയർസ് AI എന്ന് പറയുമ്പോൾ AIയുടെ വേറെ ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൂൾസ് ഇട്ട് നാളെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അത് തീർന്നല്ലേ. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മുടെ ഡേറ്റാസ് ഒന്നും പുറത്ത് പോകാതിരിക്കണമെന്ന് നമ്മൾ നോക്കും. അപ്പം അങ്ങനെ ഒരു പോളിസി നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻഹൗസ് സിസ്റ്റം ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ടെസ്ല T4 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ട് 16 GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 3000 കൂടാക്കുള്ള ഒരു സിസ്റ്റം, 3900 സംതിങ് കൂടാക്കും. അപ്പോൾ ആ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് 4 അൽഗോറിതംസ്, 5 അൽഗോറിതം വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് എന്നൊരു അൽഗോറിതം ഉണ്ട്. അത് യൂട്യൂബ് എന്ന് പറഞ്ഞ അൽഗോറിതം നമ്മുടെ ഇമേജ് സെഗ്മെന്റേഷന് വേണ്ടി, മെഡിക്കൽ ഇമേജ് സെഗ്മെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ FBI മാറ്റിംഗ് ഒരു അൽഗോറിതം. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് V3+ എന്ന് പറഞ്ഞൊരു അൽഗോറിതം. പിന്നെ അതുപോലെ തന്നെ MTC എന്നൊരു കാരണം അവിടെ ഫേസ് മാത്രമായിട്ട് ക്രോപ്പ് ചെയ്യുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതിനുവേണ്ടി MTC റെക്റ്റിന ഫേസ്. പിന്നെ FBI മാറ്റിങ്, അതായത് ഈ മാറ്റിങ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ജെയ്സൺ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ ജെയ്സന്റെ ഫോർഗ്രൗണ്ടും അത് ജെയ്സൺ നിൽക്കുന്ന ആ ഒരു അത്ര ഒരു ഏരിയ ഫോർഗ്രൗണ്ടും ബാക്കിയുള്ളത് ബാക്ക്ഗ്രൗണ്ടും ആണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ്. ഇത് ശരിക്കും FBI മാറ്റിങ് ആക്കാൻ വേണ്ടി ഞാൻ 2 കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മാറ്റിങ്ങും പിന്നെ ഈ സെഗ്മെന്റ് ചെയ്തെടുത്തതിന്റെ മാറ്റിങ്ങും ഇത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു യൂണിയൻ എടുത്തിട്ടാണ് ലാസ്റ്റ് ഫൈനലി ഇവൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറേ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിൽറ്റർ ചെയ്തായിരിക്കും ഈ ഫോട്ടോ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശകല അവിടെ എവിടെയൊക്കെ കണ്ടാലുള്ളൂ, അത് എല്ലാ കേസിനും പറ്റി നടത്തില്ല, ഇൻ കേസ് എന്നാലും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പിലിട്ട് ജസ്റ്റ് വരുന്ന ഒരു പണി മാത്രമേ. അപ്പം അങ്ങനെ നമ്മുടെ വർക്ക് ലോഡ് അത്ര കൂടെ കുറച്ചു. ഇനി നമുക്ക് ഈ പറയുന്ന ഫോട്ടോഷോപ്പിൻ്റെ ജനറേറ്റീവ് ഫില്ല് പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ തന്നെ
ബീച്ച് റിമൂവ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുകൂടെ ഞങ്ങൾക്കുണ്ടായ പ്രശ്നമാണ്. അവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി അല്ല, കൂടുതൽ API ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല. ഇനി അവർ ലോക്കലി ഡിപ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഇരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അവർ എടുക്കാൻ പറ്റില്ല, അതിൽ കൂടെ അവർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തരാൻ പറ്റില്ല. കുറേ ഫോട്ടോസിൻ്റെ കുറേ ഭാഗമൊക്കെ വെറുതെ കട്ടായി പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം പറയുന്നത്. ഇത് വന്നപ്പോൾ അത്രയുള്ള അപ്ലോഡ് നമുക്ക് പോകും. എനിക്ക് ഇതൊരു വലിയ എക്സാമ്പിൾ അല്ല. ലൈക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ എന്തൊക്കെ ഇന്നോവേഷൻ, ഇപ്പം മനനൊരു ട്രഡീഷണൽ ബിസിനസ് കുറേ നാളായിട്ടുള്ള ബിസിനസ്സാണ്. അവർക്കും എന്തോ ഓപ്പൺ ആണ് ടു AI. അപ്പോൾ എത്ര ഈ കേരളത്തിൽ തന്നെ എത്ര സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു മേ ബി നമുക്ക് ഇച്ചിരി ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മേ ബി ഒരു അഗെയിൻ ഇപ്പോൾ എപ്പോഴും ഇടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു 5 സൂപ്പർ മാർക്കറ്റ് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം മേ ബി ഹീസ് 40-year-old guy, എന്തൊക്കെയായിരിക്കും പുള്ളിക്ക് ഇന്ന് തൊട്ട് ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് കാണുക, എന്തൊക്കെയായിരിക്കും പുള്ളിക്ക് ലെവറേജ് ചെയ്യാൻ പറ്റുന്ന AI വെച്ചിട്ട്? വെച്ചിട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ 5 സൂപ്പർ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ഈ 5 സൂപ്പർ മാർക്കറ്റ് നമുക്ക് 5 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, നമ്മുടെ വരുമാനം എങ്ങനെയാണ്, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമുക്ക് ആ ഒരു മാർജിൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു വെച്ചിട്ടായില്ല, ഇത് മാർക്കറ്റിൽ വിറ്റ് പോകുന്ന പ്രൊഡക്റ്റാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പ്രീവിയസ് സെയിലിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഒരു പ്രൊഡിക്ഷൻ സിസ്റ്റം അല്ലെ റെക്കമെൻഡേഷൻ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാം. ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതേ കൺസെപ്റ്റ് തന്നെ ലോ കോസ്റ്റ് ഇവരുടെ ഇപ്പോൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലാണെങ്കിൽ അതല്ലെങ്കിൽ ഇവര് ജസ്റ്റ് ഒരു ഇതൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് അവരൊരു നോർമൽ സിസ്റ്റത്തിൽ വേണം അവർക്ക് ഒരു നോർമൽ ഒരു സിസ്റ്റമായിട്ട് ഈസി ആയിട്ട് പറഞ്ഞാൽ മേ ബി ഇപ്പം കേരളത്തിലാണെങ്കിൽ ഓണത്തിന്റെ സീസൺ ഓഗസ്റ്റാണ് വരുന്നതെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കടക്കാരനാണ്, 5 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഹി ഹാസ് എ ഡാറ്റ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ ഡാറ്റ ഉണ്ട്, ഒരു 10 ഇയറിലെ ഡാറ്റ ഉണ്ട്. സോ നമ്മൾ ഏത് നല്ലൊരു AI മോഡലിൽ ഡിപ്ലോയ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഓണത്തിന് മുമ്പ് അതായത് ഓഗസ്റ്റ് മുമ്പത്തെ മാസത്തിന് വരുന്ന ജൂൺ ആകുമ്പം ഒരു പുള്ളിക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും ഞാൻ എത്ര അരി വാങ്ങിച്ചു വെക്കണം. പോകേണ്ട കാര്യം ഇന്നിപ്പോ അതിനെ കുറെ കൂടെ അടിപൊളിയാക്കിയ സാധനം പവർ BI ഒരു ഉണ്ടാക്കുന്നൊന്നുമില്ല. ഡേറ്റയെ നമുക്ക് ഒരു ഗ്രാഫിക്കൽ ഡിസൈനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു ജസ്റ്റ് എന്താ പറയുക, കുറച്ച് ഗ്രാഫ്സ് ഇപ്പം പൈ ചാർട്ടായിട്ടാണ്, അങ്ങനെ ഓരോ മാസത്തെ ഒരു റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റ് എത്ര വാങ്ങിച്ചു വെച്ചാൽ എത്ര പ്രൊഡക്റ്റുകൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായി നോക്കാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എത്ര എണ്ണം വേണം ഇനി കൂടുതൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആ ഒരു കൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന ChatGPT കൂടെ ഇതിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ പറഞ്ഞ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവര് ഇതായിട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരും. കാരണം അവന്റെ കയ്യിൽ അതിനെക്കാട്ടി വലിയ കമ്പനികളുടെ ഡേറ്റ അവന് ഇരിപ്പുണ്ട്. അവനത് വെച്ച് കമ്പയർ എനിക്ക് തോന്നുന്നു സൊമാറ്റോ ഓൾറെഡി ഈ മോഡൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓർഡർ ചെയ്യാൻ കയറി, അപ്പം ഞാൻ സ്ഥിരമായിട്ട് 2 മണിയാകുമ്പോൾ ഓർഡർ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് ഡാറ്റ പുള്ളിയുടെ ഉണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിന് നേരത്തെ നോട്ടിഫിക്കേഷൻ കൊടുക്കും, ഇതാ ഇപ്പോൾ ഓർഡർ വരുമെന്ന്. സോ ദേ ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിങ്. ബിക്കോസ് AI മോഡൽ നോസ് ദാറ്റ് ഇപ്പം ഞാൻ 2 മണിക്ക് സ്വിഗ്ഗി കയറിയാൽ ഉറപ്പായിട്ട് ഓർഡർ വരും. 95% ടൈം ഞാനൊരു ഓർഡർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് നേരത്തെ സൈഡിലും കൊടുക്കാം. അതായത് നിങ്ങൾക്ക് സ്വിഗ്ഗിന്നൊക്കെ വരാറില്ല ഓരോ മെസ്സേജുകൾ, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരറിയാം. നമ്മളെക്കാട്ടിലും നന്നായിട്ട് അവരറിയാം. അവരപ്പോ അതിന്റെ ബേസ് ചെയ്ത് ഓഫേഴ്സ് തരും. 100 രൂപയുടെ അടുത്ത് 10 രൂപ ആകും. 10 രൂപയ്ക്ക് വേണ്ടി തോന്നും. പക്ഷെ നമ്മൾ നടന്നു പോയി ആ കടയിൽ പോയി വാങ്ങാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ബാർബിക്യൂ വാങ്ങാൻ വേണ്ടി പോവാം. 548 രൂപയായിരിക്കും നമ്മുടെ സ്വിഗ്ഗി കാണിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 548 നമ്മൾ പേ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവനത് 650 ആക്കും. അത് നമ്മൾ കടയിൽ പോയി വാങ്ങുവാണെങ്കിൽ അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോയുടെ ഡാറ്റ അനുസരിച്ച് ഇപ്പൊ എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഇടണമെങ്കിൽ ഏറ്റവും റിലയബിൾ ഡാറ്റ എനിക്ക് തോന്നുന്നത് സ്വിഗ്ഗി സൊമാറ്റോയുടെ ഡാറ്റ, അല്ലെങ്കിൽ അവർ ഓൾറെഡി എനിക്ക് തോന്നുന്നു B2B മോഡൽ ഉണ്ട് ഈ AI വെച്ചിട്ട്. ഒരു ഞാനിപ്പോ B2B ഈ മോഡൽസ് എല്ലാ കമ്പനികൾക്കും അത് മസ്റ്റ് ആയിട്ട് വേണം. അവർക്ക് ബിസിനസ് നടത്താൻ. ഞാനൊരു വലിയ ഫ്രാഞ്ചൈസി മേ ബി ഇവിടെ ഇല്ല, സബ്വേ കോട്ടയത്തോട്ട് വരുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ
ഇവരുടെ അടുത്ത് നിന്ന് ഡാറ്റ വാങ്ങിച്ചു കഴിഞ്ഞാൽ ദേ എക്സാക്ട്ലി നോ ഏത് ലൊക്കേഷൻ ആയിരിക്കും വേണ്ടത്, ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെ ഹയസ്റ്റ് ആയിരിക്കും. കാരണം ബാക്കി മേ ബി സൊമാറ്റോയിൽ സെർച്ചസ് വരുന്നുണ്ട്, മേ ബി ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട്. അപ്പോൾ ഇത്രയും സെർച്ചസ് വരുന്നുണ്ട്, ഒരു ഓർഡറും വരുന്നില്ല. അപ്പോൾ ആ ഒരു മേ ബി ഒരു ഡോണറ്റ് ആയിരിക്കും, കോട്ടയത്ത് ഡോണറ്റ് കിട്ടാൻ പാടുന്ന എല്ലാവർക്കും. അപ്പം ഡങ്കിൻ ഡോണറ്റ്സിൻ്റെ ഡാറ്റ കൊടുക്കാൻ പറ്റുമല്ലോ. ഇത്രയും പേര് കോട്ടയത്ത് ഡോണറ്റ്സ് സെർച്ച് ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. ഈ ലൊക്കേഷൻ ഇപ്പോൾ കഞ്ഞിക്കുഴിയിലായിരിക്കും ഏറ്റവും കൂടുതൽ സെർച്ചസ് വരുന്നത്. അവിടെ ഒരു സ്റ്റോറി ഉണ്ട്, ഗൂഗിളിന് ചെയ്യാതെ നമ്മളെപ്പോഴും ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യണം, ഇതെവിടെ കിട്ടും നമ്മൾ ആദ്യം ഗൂഗിളിനടക്കം ആ സെർച്ച് ഡാറ്റ എടുത്ത് ചെയ്യാനായിരുന്നു ഇച്ചിരി. പക്ഷെ ബൈയിങ് ബിഹേവിയർ ഉള്ള ഡാറ്റ സൊമാറ്റോയിലായിരിക്കും. നമ്മൾ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലെ കോൺസെപ്റ്റ് തന്നെ എടുക്കും. ഞാൻ ഇവിടെ പല ആൾക്കാരോടും ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ടെക്നോളജി അവർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു മിക്കവരും. കാരണം ഇപ്പോൾ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മിക്ക ആൾക്കാർക്ക് ഒരു 45-50 വയസ്സ് പ്രായം. മിക്കവരും ദുബായിലൊക്കെ വർക്ക് കഴിച്ച് അവിടുന്ന് അവർക്ക് ചാലഞ്ച് ഏറ്റെടുക്കാൻ അവർക്ക് ഒരിക്കലും അവർക്ക് നേരത്തെ കഴിഞ്ഞു പോയാൽ മാത്രം മതി. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെ വലിയ ചിന്തയൊന്നുമില്ല. അവരുടെ മക്കളെ പഠിപ്പിക്കുക, അവർക്ക് അത്ര മാത്രമേ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന പ്രശ്നം. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷപ്പെട്ടു. ഞങ്ങളുടെ വളരെയുള്ള പാക്കുട്ടിക്കട എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യം. പാക്കുട്ടിക്കട എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ അപ്പനായിട്ട് പറയും, പുള്ളിയുടെ അപ്പൻ്റെ പേരാണ് പാക്കുട്ടി. അപ്പോൾ ആൾക്കാർ വേറെ ആയിരുന്നു പേര്, കടയുടെ പേര് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഒരു വന്ന് അറിയാതെ വർഷങ്ങളായിട്ട് 35 കൊല്ലമായിട്ടുള്ള ആൾക്കാരാണ്. പണ്ടാണ് പള്ളിയുടെ അവിടെ ഇരുന്ന കട. അപ്പം ഈ സ്റ്റേഷനറി കട, സ്റ്റേഷനറി എന്നല്ല, ഈ എന്താ പറയുക ലേഡീസ് സ്റ്റോർ ആയിരുന്നു പരിപാടി. പിള്ളേർക്കുള്ള പേപ്പർ, പെൻസിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം കൂടെ അത്യാവശ്യം നല്ല, നമുക്ക് കോട്ടയത്ത് നല്ല എറണാകുളത്ത് ഒരു കിട്ടാത്ത സാധനം ഇവിടെ കിട്ടും. പിള്ളേർക്ക് ആവശ്യമായ എല്ലാ സാധനവും എവിടെയാണ് അത് മണനാട് പള്ളിയുടെ അടുത്താണ്, തൊട്ടടുത്താണ്. അവര് സഹകരണ ബാങ്കിന്റെ തൊട്ടപ്പുറത്താണ് അവർ അവിടെ നിന്ന് മാറ്റി നേരെ ഓപ്പോസിറ്റ് ആക്കി. ആ പുള്ളി നല്ലതായിട്ട് ചിന്തിക്കുന്ന പക്ഷേ പുള്ളി വിദ്യാഭ്യാസം ഒന്നുമില്ല, +2 ഉണ്ട്. പുള്ളി നന്നായിട്ട് ചിന്തിക്കുന്ന പക്ഷേ പുള്ളി ഇപ്പം മണറാട് കവലയിലെ രാജ് ഹോട്ടലിന്റെ നേരെ വാതിക്കൽ പുതിയൊരു കട തുടങ്ങി. അതുകൂടാതെ പുള്ളി ഇപ്പം ചെരുപ്പ് കട തുടങ്ങിയിട്ടുണ്ട്, പിന്നെ എന്തോ തുണിക്കട തുടങ്ങുന്നുണ്ട് പുതിയതായിട്ട്. അതിനുവേണ്ടി ഒരു റൂം മാറ്റിയിട്ടുണ്ട്. ഈ പുള്ളി കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു സാധനം വാങ്ങാൻ വിളിക്കുമ്പോൾ പുള്ളി എന്നോട് ചോദിക്കായിരുന്നു ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ഒരേ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് എന്ത് വേണം ചെയ്യാം, എന്നാ ഡിസൈൻ വേണം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും കസ്റ്റമർ ഒരു കാര്യത്തിന് വേണ്ടി നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു പേന ആയിക്കോട്ടെ, ഒരു കത്തി ആയിക്കോട്ടെ, ഒരു സിസേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനുവേണ്ടി നോക്കുമ്പോൾ അതിനൊരിക്കലും ഡിലേ ഉണ്ടാകാൻ പാടില്ല. വേഗം തന്നെ സഡനായിട്ട് അവർക്ക് കിട്ടണം. അതും അവർ പറയുന്ന കാര്യം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അത് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റണം, അവർക്ക് ആ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു സിസ്റ്റം നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ പുള്ളി ആ ചോദിച്ചപ്പോൾ എനിക്ക് ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പുള്ളി അതുപോലെ ടെക്നോളജിയെ അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇനി തൊട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും. അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ വരുവാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ മറ്റുള്ള IT കമ്പനികൾ വളരും. അതൊന്നും ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒത്തിരി കൂടും. അത് ഇഷ്ടംപോലെ വളരെ ഇപ്പം തന്നെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ നല്ലൊരു വളർച്ച ഉണ്ടാവും. പിന്നെ എന്താ ഈ ഇവരുടെ ബിസിനസ് വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വളരുമ്പോൾ അതും ഗവൺമെന്റ് തന്നെയല്ലേ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം.